ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീതഗുണാകരാ സുമനസാമഗ്രേസര ശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്രവിശാരദാ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസുമനസാം സദ്വാർത്ഥാനാമുപക്രമേ എന്നത്വാകൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പത്മം സ്ഥിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാസമാന സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യേതോന്വയാലിതരതച്ചാത്വേഷ്വഭിജ്ഞസ്വരത്തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാം തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിത്തക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതരാജുഹാവാപുത്രേതി തന്മയതയാതരവോപിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം.
യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ പാസതാം പുരതോ മമ. ഭൂതേർമഹദ്ഭിജൈമാ പുരോ വിഭുർനിർമായശേതേ യതമോഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സ്വരംകൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 90 അധ്യായങ്ങൾ. നമ്മൾ 90 ദിവസങ്ങളായിട്ട് നടത്തുന്ന ഒരു ജ്ഞാനയജ്ഞം. അതിൽ ഇന്നത്തെ വിഷയമായിട്ടിരിക്കുന്ന ദശമസ്കന്ധത്തിലെ 27ാമത്തെ അധ്യായം ഇന്ദ്രസ്തുതിയും ഗോവിന്ദ പട്ടാഭിഷേകവും. അതുപോലെ 28ാമത്തെ അധ്യായം, അതായത് ശ്രീകൃഷ്ണൻ നന്ദഗോപരെ വരുണലോകത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നതും നന്ദാദികൾക്കൊക്കെ ആ വൈകുണ്ഠ ദർശനത്തെ കൊടുക്കുന്ന കാര്യങ്ങളുമാണ്. ഇങ്ങനെ ഈ 2 അധ്യായത്തിലെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സ്മരിക്കാനായിട്ട് ഉള്ളത്. അപ്പോ ശ്രീമദ് ഭാഗവതം ഒരു ജീവന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് കാണിച്ച് അതിനെ അനുഭവിക്കാനുള്ള മാർഗങ്ങളെ നിർദ്ദേശിച്ച് ആ മാർഗങ്ങളിലൂടെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ പഠിപ്പിക്കുകയാണ് ജീവന്മാരായിട്ട് നമ്മളെയൊക്കെ. ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സാക്ഷാത്കാരത്തിന് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ വേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാവണം. ആ മനഃശുദ്ധി വരുമ്പോഴേ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും ഭാഗവതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത് എന്താണോ അത് നമുക്ക് നേടാനായിക്കൊണ്ട് പറ്റും. മനുഷ്യജന്മം കൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നശിക്കാത്ത സുഖത്തെയാണ്. ആ നശിക്കാത്ത ശാശ്വതമായിട്ടുള്ള ആനന്ദം നമ്മൾ അനുഭവിക്കണമെങ്കിൽ അത് നശിക്കാത്തതായിട്ടുള്ള ഈശ്വരനെ ആശ്രയിച്ചാലേ കഴിയുള്ളൂ. ഈ പ്രപഞ്ചത്തില് നശിക്കാത്തൊരു വസ്തു, ഈ പ്രപഞ്ചത്തിന് കാരണക്കാരനായി ഇരിക്കുന്ന സാക്ഷാൽ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം. സത്യമായിട്ടുള്ളത് അതാ. സത്യമായിട്ടുള്ള വസ്തുവിനെ നമ്മൾ ആശ്രയിക്കുമ്പോഴേ നമുക്ക് ആ ശാശ്വതമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പോ ആ തരത്തില് ആ സത്യം എന്താണെന്ന് ആദ്യം അറിയണം. എന്നിട്ടോ അതിനെ ധ്യാനിക്കണം. അതിനെ തന്നെ സ്മരിച്ച്, ആ ധ്യാനം എന്ന് വെച്ചാൽ ധ്യാനം നിർവിഷയം മനസ്സിൽ നിന്ന് വിഷയചിന്തകളെയൊക്കെ നമ്മൾ അകറ്റുക. അതാണ് യഥാർത്ഥത്തിൽ ധ്യാനം. ആ വിഷയചിന്തകൾ മുഴുവൻ പോകുമ്പോ ആ മനസ്സ് ശുദ്ധമായി തീരും. ആ മനസ്സിൽ ആ സത്യസാക്ഷാത്കാരം ഉണ്ടാവും. അപ്പൊ അതിനാണ് ഭാഗവതത്തില് ഓരോ തരത്തിലുള്ള കഥകള്. അതായത് നമ്മുടെ അവനവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഏതിനെ വേണമെങ്കിലും ആശ്രയിക്കാം. എന്തിനാണ് ദശമസ്കന്ധത്തിലെ 90 അധ്യായങ്ങളിൽ ഭഗവാന്റെ കഥ പറയുന്നത്? ഏതെങ്കിലും ഒരു കഥ ശരിയായിട്ട് പഠിച്ച് അതിൽ ആ കഥയിലൂടെ ഏത് കാര്യത്തെയാണ് ബോധിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ കാര്യത്തെ നമ്മൾ അറിയുകയാണ്. ആ കാര്യത്തിനോട് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ ആ കാര്യവുമായിട്ട് അല്ലെങ്കിൽ ആ കാരണവുമായിട്ട് ഒന്നായിട്ട് തീരും. യാതൊരു സംശയമില്ല. അപ്പൊ അതിനാണ് 90 അധ്യായങ്ങളിൽ ഇത് മുഴുവനും നമ്മൾ മനസ്സിൽ നന്നാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കഥയിൽ തന്നെ നമ്മൾ മനസ്സിനെ ഉറപ്പിച്ചാൽ മതി. അത് നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് ഏത് തോന്നണോ ആ ഒരു കഥയില് അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി ആ കഥയെ വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിൽ വിചാരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു അനുഷ്ഠാനം കൊണ്ട് തന്നെ അത് നല്ലൊരു സാധനയാണ്. ആ ഒരു അനുഷ്ഠാനം കൊണ്ട് തന്നെ നമുക്ക് ആ കഥയിൽ പറഞ്ഞ കാര്യത്തെ അനുഭവിക്കാനും അറിയാനും കഴിയും. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് 90 അധ്യായങ്ങളില്. അതിലിപ്പോ 27ാമത്തെ അധ്യായമാണ്.
ഇന്ദ്രൻ വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇവിടെ ആ ശുഗമഹർഷി പറയുകയാണ്, ഗോവർദ്ധനേ ശൈല ആസാരാക്ഷിതേ വ്രജേ ഗോലോകാദാവൃജൽ കൃഷ്ണം സുരഭിശക്രേവജാം. ശുഗമഹർഷി പറഞ്ഞു, ആ ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ സ്വന്തം കയ്യിൽ ധരിച്ചുകൊണ്ട് ഗോകുലത്തെ ആ പേമാരിയിൽ നിന്ന് രക്ഷിച്ച സമയത്ത് ഇന്ദ്രനുണ്ടായിട്ടുള്ള ഒരു ഭയം. കാരണം ഇങ്ങനെയൊക്കെ പെയ്തിട്ടും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇന്ദ്രന് ആ ഭയവും പരിഭ്രമവും കലശലായി എന്നാണ്. ആ ഭയപരിഭ്രമങ്ങളെ നിമിത്തം ഇന്ദ്രനും സന്തോഷം കൊണ്ട് കാമധേനുവും ആ ദേവലോകത്തിൽ നിന്ന് കൃഷ്ണന്റെ അടുത്ത് എത്തുകയാണ്. അതായത് കൃഷ്ണന്റെ അടുത്തേക്ക് വരികയാണ്, നന്ദഗോകുലത്തിലേക്ക് എന്നാണ്. എന്താ ഇപ്പോ ഈ ഇന്ദ്രൻ വിചാരിച്ചത് കൃഷ്ണൻ എങ്ങനെയൊന്നും അല്ല. കൃഷ്ണൻ വാസ്തവത്തില് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീനാരായണന്റെ അംശം തന്നെയാണ് എങ്കിലും ഇപ്പൊ മനുഷ്യനായിട്ടാണല്ലോ ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യനായിരിക്കും കാലത്തോളം ആരായാലും ആ മനുഷ്യൻ ഉണ്ടാകേണ്ട ശക്തിയും അതുപോലെ വീര്യവും മാത്രമേ കാണാനായിക്കൊണ്ട് പാടുള്ളൂ. അപ്പൊ അതിന് ആ സമയത്ത് മനുഷ്യോചിതമായിട്ടുള്ള ധർമ്മങ്ങളെ ആചരിക്കും. മനുഷ്യനായിട്ട് ജനിച്ചാൽ പിന്നെ മനുഷ്യന്റെ ധർമ്മങ്ങളെ ആചരിക്കാണ്ടിരിക്കാൻ വയ്യല്ലോ. അത് ആചരിക്കുകയും വേണം എന്നാണ്. അപ്പൊ മനുഷ്യന്റെ ധർമ്മം എന്താണ്? ദേവന്മാരെയൊക്കെ മാനിക്കുക. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല കൃഷ്ണൻ പിന്നെയോ ആ ദേവേന്ദ്രനെ അപമാനിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഈശ്വരനാണെങ്കിലും മനുഷ്യന്റെ നിലയിൽ വന്ന സ്ഥിതിക്ക് ഈ പ്രവൃത്തി ധിക്കാരമാണെന്നാണ് ഇന്ദ്രൻ വിചാരിച്ചത്. മനുഷ്യൻ തെറ്റ് ചെയ്താൽ ദേവന് ശിക്ഷിക്കാൻ അധികാരമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ ശിക്ഷിക്കുന്നതിൽ തെറ്റില്ല, ശിക്ഷിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചിട്ടാണ് എങ്കിലേ ധർമ്മം പഠിക്കൂ എന്നിങ്ങനെയൊക്കെയാണ് ആലോചിച്ചിട്ട് ആ അധർമ്മം നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച ധർമ്മമൂർത്തിയായ ഭഗവാനെ ധർമ്മം പഠിപ്പിക്കാൻ നിശ്ചയിക്കുകയാണ്, തീർച്ചപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ശരിക്കും ഗോകുലത്തെ പ്രളയകാല മേഘങ്ങളെ വിട്ടിട്ട് ആ പെയ്ത് കടലിൽ കലക്കാൻ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് കടലിൽ കലക്കാൻ പറഞ്ഞത് എന്നാണ്. പക്ഷെ ഇന്ദ്രന്റെ മേഘങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു 7 ദിവസം. എന്നിട്ടോ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകും. മഴയൊക്കെ പെയ്തു, വെള്ളം മുങ്ങി, ഗോകുലമൊക്കെ മുങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞ് വെള്ളമൊക്കെ നീങ്ങിയപ്പോഴും ഭഗവാൻ അവരെയൊക്കെ ഗോവർദ്ധന ഉയർത്തിപ്പിടിച്ച് രക്ഷിച്ചു. അത് കഴിഞ്ഞ് ആ മഴയൊക്കെ മാറിയ സമയത്ത് പർവ്വതത്തെ അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ച് ഗോകുലത്തിലെത്തിയപ്പോ എന്താ കണ്ടത്? ഒരു മണൽത്തരി പോലും നനഞ്ഞ ലക്ഷണം അവിടെ കാണാനില്ല. ഇന്ദ്രന്റെ ഈ തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ മാത്രമല്ല അവരുടെ ചെറിയ ചെറിയ കൂരകളാണ് ഈ ഗോപന്മാരുടെ, അതിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കി എന്നാണ്. അപ്പോ ശരിക്കും നോക്കൂ, ഇതിൽ പരം ഒരു ആശ്ചര്യം വേറെ വല്ലതും ഉണ്ടോ? അപ്പൊ ഇപ്പൊ ഇവിടെ ഈ നന്ദഗോകുലത്തിലെ ആളുകൾക്കൊക്കെ കൃഷ്ണന്റെ ഈ പ്രഭാവം കണ്ടപ്പോ കൃഷ്ണൻ ശരിക്കും ഈശ്വരൻ തന്നെ എന്ന ഭാവം അവരുടെ ഉള്ളില് ഉറച്ചു. കാരണം ഭഗവാന്റെ ഓരോരോ ലീലകളിലൂടെയും ആ മനുഷ്യന്മാരെ, ജീവന്മാരെ ഈശ്വരഭാവത്തിലേക്ക് ഇങ്ങനെ നയിക്കുകയാണ്. അങ്ങനെ ആ ഈശ്വരനില് ജീവനെ ഉറപ്പിക്കുക. അപ്പോഴോ ജീവനും ബ്രഹ്മവും, ജീവബ്രഹ്മൈക്യം അതോടുകൂടി കിട്ടുകയാണ്. ഇപ്പോ ഇന്ദ്രൻ ഈ രംഗം ഗോകുലത്തിൽ കാണുകയാണ്. ഒരു മണൽത്തരി പോലും നനഞ്ഞ ലക്ഷണമില്ല. എന്താണ്? ഒന്ന് നോക്കിയുള്ളൂ, ആശ്ചര്യവും പരിഭ്രമവും. ആശ്ചര്യത്തെക്കാൾ കൂടുതൽ പരിഭ്രമമാണ് ഇന്ദ്രനെ ബാധിച്ചത്. അതായത് അല്പന്മാരായിട്ടുള്ള തന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചിട്ടും നിസ്സാരന്മാരായിട്ടുള്ള ഈ ഗോപന്മാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു പരാജയമല്ലേ ഇന്ദ്രന്റെ ജീവിതത്തില്? അല്പന്മാരായിട്ടുള്ള മനുഷ്യർക്ക് ദേവചക്രവർത്തിയെ ഭയപ്പെടേണ്ട എന്ന ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തന്നെ ആ ഈശ്വരത്വം വ്യക്തമാണ്. കാരണം ഗോപന്മാരെ സഹായിക്കുന്നത് സാക്ഷാൽ മനുഷ്യനല്ല, അത് ഈശ്വരൻ തന്നെ. അപ്പൊ പിന്നെ ഇന്ദ്രൻ മനുഷ്യനെ ധർമ്മ പഠിപ്പിക്കാനാണ് ഒരുങ്ങിയത് എങ്കിലും അത് ഈശ്വരനോടുള്ള വെല്ലുവിളിയായിട്ടാണ് കലാശിച്ചത്. കൃഷ്ണൻ ആകൃതി കൊണ്ട് മനുഷ്യനാണെങ്കിലും പ്രകൃതി കൊണ്ട് ഈശ്വരനാണ് എന്ന് മനസ്സിലായി എന്നാണ്. അപ്പോ നോക്കൂ, കൃഷ്ണൻ ആകൃതി കൊണ്ട് മനുഷ്യനാണെങ്കിലും പ്രകൃതി കൊണ്ട് ഈശ്വരനാണ് എന്ന കഥ സാധാരണ ഈ എല്ലാവരും മറക്കുക പതിവ് അല്ലെ? ഗോപന്മാര് ഓരോ അതായത് ഭഗവാന്റെ ലീലകൾ കാണുമ്പോ അവിടെ വലിയ അത്ഭുതങ്ങൾ കാണുമ്പോ അപ്പൊ ഈശ്വരനാണ് തോന്നുന്നു. കുറച്ചു കഴിഞ്ഞ മനുഷ്യഭാവത്തിലേക്ക് പിന്നെ കൃഷ്ണനെ കാണുക.
അതാണ് എപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈശ്വരീയമായിട്ടുള്ള ആ ഭാവം എപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിലും ആ ഒരു ഭാവം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ? അത് പെട്ടെന്ന് മറന്ന് നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ മനസ്സിന്റെ ഭാവന എന്താ? നമ്മൾ ശരീരമാണെന്നുള്ള ഭാവം. ആ ഭാവത്തിലാണ് പിന്നെ അവര് കൃഷ്ണനെ കാണുക. ഇതുപോലെ തന്നെ ദേവേന്ദ്രനും പറ്റിയതാണ്. അപ്പൊ മനുഷ്യന്മാരെ പോലെ ദേവേന്ദ്രനും ആ കൃഷ്ണൻ ആകൃതി കൊണ്ട് മനുഷ്യനാണെങ്കിലും പ്രകൃതി കൊണ്ട് ഈശ്വരനാണെന്നുള്ള കഥ ദേവേന്ദ്രനും മറന്നു. അപ്പൊ എന്ത് വന്നു? അപരാധം ചെയ്തതും ധർമ്മം തെറ്റിയതും മനുഷ്യർക്കല്ല, ദേവനാണ്, ദേവേന്ദ്രനാണ് എന്ന് വന്നു. ഇതാണ് ഇന്ദ്രന് സംഭവിച്ച പരിഭ്രമത്തിനും പോലെ തന്നെ ഭയത്തിനും ഒക്കെ കാരണം. അപ്പോഴാണ് ആ പരിഭ്രമത്തോടും ഭയത്തോടും കൂടെ ഇവിടെ ആ ഗോകുലത്തിലേക്ക് വരികയാണ്. അപ്പൊ വിവിക്ത ഉപസംഗമ്യ. അപ്പൊ കാമധേനു എന്തിനാ വന്നത്? സന്തോഷം കൊണ്ട്. വലിയൊരു ആപത്തിൽ നിന്ന് കൃഷ്ണൻ നമ്മളെയൊക്കെ രക്ഷിച്ചതാ. ആ സന്തോഷം കൊണ്ടാണ് കാമധേനു അവിടത്തേക്ക് വരുന്നത്. ഇപ്പോ വിവിക്ത ഉപസംഗമ്യ ക്രീഡിത കൃതഹേളന വത്വർച്ച പാദയോരേനം കിരീടേനർത്ഥവർച്ചസ ദൃഷ്ടസുധാനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസ നർത്തത്ര ലോകേശമത ഇന്ദ്ര ആഹ കൃതാഞ്ജലി. ശ്രീകൃഷ്ണ ഭഗവാനാല് പരിപാലിക്കപ്പെടുന്ന ആ ഗോകുലത്തെ നശിപ്പിക്കാൻ അപരാധം ചെയ്തതില് ലജ്ജിതനായിട്ട് ദേവേന്ദ്രൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഏകാന്തത്തിൽ ഇരിക്കുന്ന സമയത്ത് അടുത്ത് ചെല്ലുകയാണ്. അടുത്ത് ചെന്ന് ഇപ്പോ തന്റെ ആ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കിരീടം കൊണ്ട് ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സ്പർശിച്ചിട്ടോ ആ അമിത തേജസ്സുള്ള കൃഷ്ണന്റെ മാഹാത്മ്യത്തെ പറ്റിയിട്ട് കേൾക്കുകയും ഇപ്രകാരം നേരിൽ കാണുകയും ചെയ്തപ്പോ താൻ ത്രൈലോക്യത്തിന്റെ അധിപതിയാണെന്നുള്ള അഹങ്കാരം പൂർണ്ണമായിട്ട് നശിച്ച ഇന്ദ്രൻ കൈകൂപ്പിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ നോക്കൂ, ഇപ്പോ ആ ഗോവർദ്ധന ഉയർത്തിപ്പിടിച്ച് ആ പെരുമഴയിൽ നിന്ന് ഗോകുലവാസികളെയൊക്കെ രക്ഷിച്ചതോടുകൂടെ ഇന്ദ്രനും കാമധേനും ഇപ്പൊ അവിടെ എത്തുക. അപ്പോ ഇന്ദ്രനപ്പോ ഭയവും പരിഭ്രമൊക്കെ ഉണ്ടായി താൻ ചെയ്ത കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് കൃഷ്ണന്റെ മാഹാത്മ്യം ശരിക്കും ആ അനുഭവത്തിൽ വന്നു. അപ്പൊ സാക്ഷാൽ ഈശ്വരൻ തന്നെ. അപ്പോ ഈ കൃഷ്ണന്റെ രക്ഷയിൽ കഴിയുന്ന ഈ ഗോകുലവാസികളെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് മാപ്പ് ചോദിക്കാനായിട്ടാണ് ഇപ്പോ ഇന്ദ്രൻ അവിടെ വന്നത്. ഇപ്പൊ കാമധേനുവിന്റെ സന്തതികളാണ് ഈ പശുക്കളൊക്കെ. ഇന്ദ്രന്റെ മഴയിൽ നിന്ന് അവയെ രക്ഷിച്ചതിന് നന്ദി പറയാനായിട്ടാണ് കാമധേനു വന്നത്. അപ്പോ ഈ താൻ ഇതിനു മുമ്പ് കേട്ടറിഞ്ഞ് ആ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യത്തെ നേരിട്ട് അറിയാൻ കഴിഞ്ഞ്, നേരത്തെ ഇന്ദ്രനെ സംബന്ധിച്ചിട്ട് കൃഷ്ണന്റെ മാഹാത്മ്യം കേട്ടിട്ടേ ഉള്ളൂ. അപ്പോ ഇപ്പോ നേരിട്ട് അറിയാൻ കഴിഞ്ഞു. അഹങ്കാരം പാടെ നശിക്കുകയാണ്. ആ നശിച്ചതോടുകൂടി ഇന്ദ്രൻ ഏകാന്തത്തിൽ വന്ന് കൈകൂപ്പി തൊഴുത് ഭഗവാനോട് ആ മാപ്പ് അപേക്ഷിച്ച് സ്തുതിക്കുകയാണ് ഭഗവാനെ. ഇനിയിപ്പോ ഈ സ്തുതിക്കലല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? ആ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ പാടുക. അപ്പൊ ഭഗവാന്റെ മാഹാത്മ്യങ്ങളുടെ പ്രത്യേകത എന്താ? അത് ഏതൊരു മഹാഭാവിയെ പോലും പരിശുദ്ധീകരിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഭഗവാന്റെ മാഹാത്മ്യങ്ങള് ത്രൈലോക്യത്തെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്നതാണ്. ഇന്ദ്രൻ പറഞ്ഞു, വിശുദ്ധ സത്വന്ധവ ധാമശാന്തം തപോമയം ദസ്ത രജതമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ ഗ്രഹണാനുബന്ധ. ഇന്ദ്രൻ പറയുകയാണ്, ഭഗവാനെ, അങ്ങയുടെ ഈ കൃഷ്ണസ്വരൂപം രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും കണിക പോലും ഇല്ലാത്തതും ശുദ്ധ സത്വഗുണത്തിന്റെ പൂർണ്ണതയുമാണ് എന്ന് പറയുകയാണ്. ആ ജ്ഞാനമയമാണ് അത്. അതുപോലെ നിർവികാര സ്വരൂപമാണ് ഭഗവാനെ. അവിടുത്തെ പ്രകൃതി ആ മായ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ അജ്ഞാനത്തോട് ബന്ധപ്പെട്ടതും പ്രകൃതിയുടെ ആ ഗുണങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന സംസാര ബന്ധം ഭഗവാനെ അങ്ങയ്ക്ക് ഇല്ല എന്ന് പറയുകയാണ്. അപ്പൊ ഈ സംസാര ബന്ധം ഇല്ലെങ്കിൽ ആ അജ്ഞരായിട്ടുള്ള ശരീരാഭിമാനികളിൽ കാണപ്പെടുന്നതായ ഈ ക്രോധം, കാമം, ലോഭം തുടങ്ങിയ വികാരങ്ങൾക്കൊന്നും ഭഗവാനില് യാതൊരു ഭഗവാനില് യാതൊരു സ്ഥാനവും ഇല്ല. കാരണം ഭഗവാനെ ഈ കാമക്രോധാദി ശരീരാഭിമാനികൾക്കാണ് ഈ കാമവും ക്രോധവും ഒക്കെ ഉണ്ടാകുക. പറഞ്ഞു ഭഗവാനെ, അവിടുത്തെ അതായത് സാധാരണ ശരീരങ്ങളൊക്കെ 3 ഗുണങ്ങളുടെയും സങ്കലനം കൊണ്ടുണ്ടാവുന്നതാ. അത് ഓരോ ഗുണങ്ങളായിട്ടല്ല. അവ സത്വം, രജസ്, തമസ്. ഈ സത്വത്തിലും രജോ ഗുണഭാവവും തമോ ഗുണഭാവവും ഉണ്ടാവും. തമോ ഗുണത്തിലും സത്വഗുണവും രജോ ഗുണഭാവവും ഉണ്ടാവും. രജോ ഗുണത്തിലും ഉണ്ടാകും സത്വവും ആ തമസ്സും. അപ്പൊ ഇതിങ്ങനെ കൂടിക്കലർന്നുകൊണ്ടാണ് അങ്ങനെയാണ് ശരീരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ അതായത് ഓരോരോ
ഇപ്പൊ പ്രപഞ്ചത്തില് പല വസ്തുക്കളും ഉണ്ട്. എല്ലാ വസ്തുക്കളും പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാ. പക്ഷെ പഞ്ചഭൂതങ്ങൾ ഒരേ അളവിലല്ല എല്ലാ പദാർത്ഥങ്ങളിലും ഇരിക്കുന്നത്. അത് വിവിധ അളവുകളില്ല. അതായത് ഓരോന്നിലും ഓരോ തരത്തിലാണ്. ഇപ്പൊ ചിലതില് ഭൂമിയുടെ അംശമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇപ്പൊ ആലോചിച്ച് നോക്കി, പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോ ഈ പടവലങ്ങിയും അതുപോലെ ചേനയൊക്കെ മേടിച്ചു എന്ന് വിചാരിക്കുക. ഈ ചേന മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും, കുഴപ്പമൊന്നും വരില്ല. പക്ഷെ പടവലങ്ങിയാണ് മേടിച്ചത്, അത് ആ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു, അത് ആ പിറ്റേന്ന് എടുക്കാൻ മറന്നപ്പോഴോ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഓർമ്മ വന്നു. അതിൽ നിന്ന് നോക്കുമ്പോ എന്താ ഉണ്ടാവുക? ആ ഒരു രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ എല്ലാം പോയിട്ടുണ്ടാവും. എന്നാ ചേനയ്ക്കാണെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം ഈ ചേനയില് ഭൂമിയുടെ അംശം കൂടുതലും ആ പടവലത്തില് ആ വെള്ളത്തിന്റെ അംശമാണ് കൂടുതൽ. അപ്പൊ അത് ഇല്ലാണ്ട് അപ്പൊ ഇങ്ങനെ ഇതുപോലെ ഓരോരോ പ്രപ്പോർഷനിലാണ് ഓരോ അതായത് പഞ്ചഭൂതങ്ങൾ വിവിധ അളവുകളിലാണ് ഓരോ ശരീരങ്ങളിലും അല്ലെങ്കിൽ ഓരോ വസ്തുക്കളിലും പ്രകാശിക്കുന്നത്. ഇതുപോലെ ഓരോ തരത്തിലുള്ള ആ 3 ഗുണങ്ങള് ഓരോ ഭാവത്തില് കൂടിക്കലർന്നുകൊണ്ടാണ് ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഭഗവാനിലോ ഈ രജോ ഗുണമില്ല, തമോ ഗുണമില്ല, ശുദ്ധ സത്വം എന്നാണ്. സാധാരണ ശുദ്ധസത്വം എവിടെയും കാണില്ല. എന്താ കാരണം? ആ സത്വത്തിനും രജസും തമസും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊക്കെ ഈ നല്ല കാര്യങ്ങൾ കുറെയൊക്കെ അങ്ങോട്ട് ഇത് വരുമ്പോഴും, അതായത് ചെയ്യണം അതിന് താല്പര്യമൊക്കെ വരുമ്പോഴും അതിൻ്റെ ഉള്ളിൽ പിന്നെ വേറെ പല ചിന്തകളും വരും. രജോ ഗുണം, അതുപോലെ ഉറക്കം, അപ്പൊ തമോ ഗുണം, ഇപ്പൊ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ മനസ്സ് കൂടുതൽ സമയം ശുദ്ധ സത്വമായിട്ട് ഇരിക്കില്ല. അത് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അതിന് രജസോ തമസോ ഒക്കെ കയറി വരും. അതോടുകൂടി അത് മലിനമായിട്ട് തീരും. ഇവിടെ ഭഗവാന്റെ ഭാവം അതല്ല. എന്താ? ശരിക്ക് വിശുദ്ധ സത്വം, യാതൊരു തരത്തിലുള്ള അശുദ്ധി ഇല്ലാത്ത ശുദ്ധ സത്വസ്വരൂപാണ് ഭഗവാന്റെ. അതുകൊണ്ട് തന്നെ ശാന്തവുമാണ് എന്നാണ്. ആ തപസ്സിന്റെ പ്രഭാവം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ പോലുള്ളവരെ ബാധിച്ചിരിക്കുന്ന, അതായത് സാധാരണക്കാരെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള അജ്ഞാനവും മായയും അതിന്റെ ആ ഗുണപ്രവാഹ നിമിത്തമുള്ള സംസാര ബന്ധവും ഭഗവാന് ഇല്ല. ഭഗവാനിൽ നിന്നാണ് ഈ സംസാരം ഉണ്ടായിരിക്കുന്നത്, മായി ഉണ്ടായിരിക്കുന്നത് എങ്കിലും ഭഗവാനിൽ മായൊന്നുമില്ല. ഭഗവാൻ ആ തന്റെ മായ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് സാക്ഷിയായിട്ട് വിളങ്ങുന്ന ആളാണ്. അപ്പോ ഈ മായ കൊണ്ടുള്ള ശരീരമോ ശരീരബന്ധമോ ഇല്ലെങ്കിൽ പിന്നെ ആ ഭാവം കൊണ്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ശരീരബന്ധം കൊണ്ട് ഉണ്ടാവുന്നതായിട്ടുള്ള അജ്ഞാനം കൊണ്ട് ഉണ്ടായിട്ടുള്ള പിന്നെ ആ സ്ഥിതിക്ക് ആ അജ്ഞരായിട്ടുള്ള ശരീരാഭിമാനികളിൽ ഉണ്ടാവുന്ന കാമം, ക്രോധം, അല്ല ശരീരബന്ധം ഇല്ലാത്ത ആൾക്ക് പിന്നെ എങ്ങനെ ഈ കാമവും ക്രോധവും ഒക്കെ ഉണ്ടാവുക? അത് സാധാരണക്കാരുടെ സ്വഭാവമാണ്. അങ്ങക്ക് അതിൻ്റെ ഒന്നും ഇല്ല, അത് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ്. പുതോരുതദ്ദേതവ ഈശതത്കൃതം ലോഭാദയോയേ ഭൂതലിംഗഭാവ തഥാപിദണ്ഡം ഭഗവാൻ വിവർത്തി ധർമ്മസ്യ കുപ്പതേ ഖരനിഗ്രഹായ. അത് പറയുകയാണ്, ഈ അജ്ഞാനം അതുപോലെ അതായത് എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവായിട്ടും ഉപദേഷ്ടാവായിട്ടും നിയന്താവുമായിട്ടുമാണ് അങ്ങിരിക്കുന്നത്. ഈ 3 ലോകങ്ങളുടെയും അധിപതിയാണെന്ന അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന എന്നെ പോലുള്ളവരെ ശിക്ഷിക്കാനും അതുപോലെ തന്നെ ആ സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനുമായിട്ട് സ്വന്തം ഇച്ഛ കൊണ്ട് നാനാതരത്തിലുള്ള അവതാരങ്ങളും അങ്ങ് എടുക്കണു എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാന്റെ അവതാരം നിർഗുണനാണ് ഭഗവാനെങ്കിലും എന്തിനാണ് ശുദ്ധസത്വം കൊണ്ട് അവതാരങ്ങളെയൊക്കെ സ്വീകരിക്കുന്നത് എങ്കിൽ ദുഷ്ടനിഗ്രഹവും ശിഷ്ടജന പരിപാലനത്തിനും വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആ കാലത്തെയൊക്കെ നിയന്ത്രിക്കുന്ന കാലസ്വരൂപനാണ് ഭഗവാനെ അവിടുന്ന് എന്ന് പറയുകയാണ്. അപ്പോ ഭഗവാന്റെ ആ പ്രഭാവം എന്താണ്? ധർമ്മത്തെ ഉറപ്പിക്കുക, അധർമ്മികളെ ശിക്ഷിക്കുക. ഭഗവാന് ജനന മരണങ്ങളൊന്നുമില്ല. ധർമ്മത്തെ നിലനിർത്താനും ദുഷ്ടന്മാരെ ശാസിക്കാനുമായിട്ട് അവിടുന്ന് ലോകത്തില് നീതിയെ നടപ്പാക്കിക്കൊണ്ട് ആ നീതി ആടിക്കൊണ്ടിരിക്കുകയാണ്. പിതാ ഗുരുസ്ത്വം ജഗതാമതീശോ ദുരത്യയക്കാല ഉപാത്തദണ്ഡ ഹിതായ സ്വച്ച തനുഭിസമീഹസേ മാനം വിദുന്നം ജഗദീശമാനിനാം. ഭഗവാനെ അവിടുന്ന് ആരാലും അതിക്രമിക്കാൻ കഴിയാത്ത ആളാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രഭാവം അറിയാതെ അപരാധം ചെയ്തവനായിട്ടുള്ള എന്റെ തെറ്റ് സദയം പൊറുക്കണേ ഭഗവാനെ. ഇനി ഒരിക്കലും എനിക്ക് ഭഗവാനെ വെല്ലുവിളിക്കാനുള്ള ദുർബുദ്ധി തോന്നാൻ ഇടവരരുത് എന്ന് പറയുകയാണ്. അങ്ങനെ എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. നോക്കൂ, ഭഗവാൻ ആരാ? ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാനായിക്കൊണ്ട് കഴിയാത്ത ആളാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ഭഗവാനെ അറിയില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഓരോ വിഷയങ്ങളെ അതതിന്റെ വിഷയങ്ങളെ അറിയാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭഗവാനെ അറിയാൻ കഴിയില്ല. ഈ കാലസ്വരൂപനായിട്ട് വിളങ്ങുന്ന ആളാണ് അല്ലേ?
അതുപോലെ തന്നെ എല്ലാവരുടെയും ത്വമേവ മാതാജ പിതാ ത്വമേവ, അങ്ങനെ എല്ലാവരുടെയും പിതാവും ഗുരുവുമായിരിക്കുന്ന അങ്ങ് വേണ്ട സമയത്ത് ലോകഹിതത്തിന് വേണ്ടിയിട്ട് താൻ തന്നെ ലോകേശൻ എന്ന് അഭിമാനിക്കുന്ന എന്നെ പോലുള്ള ആളുകളുടെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ തന്റെ ഇച്ഛ പ്രകാരം ഓരോരോ അവതാരങ്ങൾ എടുത്ത് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുകയാണ്. ഈ ആ ഭഗവാനോ എല്ലാവരിലും അന്ത്യന്യാമിയായിട്ട് വളർന്ന ആളാണ് അല്ലേ. അപ്പോ അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും അതുപോലെ സ്വയം പ്രകാശ സ്വരൂപിയുമായിട്ടുള്ള ആളാണ് അവിടുന്ന്. അവിടുത്തെ അവതാരം തന്നെ ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ടുള്ള ദുഷ്ടന്മാരെ നശിപ്പിക്കാനും അങ്ങയുടെ പാതാരബിന്ദങ്ങളെ ആശ്രയിച്ച ഭക്തന്മാരെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഏമദ്വിദാജ്ഞാ ജഗദീശമാനിനസ്ത്വാം വീക്ഷ്യകാലേ ഭയമാശു തന്മതം ഹിത്വാര്യമാർഗം പ്രപചന്തി അപസ്മയ ഈകാകലാനാമതി തേനുശാസനം. ഇപ്പോ എന്നെ പോലെ ഈ അറിവില്ലാത്ത അജ്ഞന്മാരെ അവർ ഈ അജ്ഞാനികളാണ്, ഞാൻ വലിയ കേമനാണെന്ന് അഭിമാനിക്കുക അല്ലെ, ഞാൻ വലിയ കേമനാണെന്നുള്ള ആ ലോകേശന്മാരാണെന്ന് അഭിമാനിക്കുന്നവരുമായിട്ടുള്ള അവര് അങ്ങയെ കണ്ടിട്ട് ആ ക്ഷണത്തിൽ, അതായത് ആ ഈശ്വരനെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരമൊക്കെ ഇല്ലാണ്ടായി തീരില്ലേ. അപ്പൊ ആ ക്ഷണനേരം കൊണ്ട് ഭഗവാനെ കണ്ടതോടുകൂടെ എല്ലാവിധ അഹങ്കാരങ്ങളും ഉപേക്ഷിച്ച് ഗർവൊക്കെ നഷ്ടപ്പെട്ട് അങ്ങയിൽ ഭക്തിയോടുകൂടി ആ മഹാത്മാക്കൾ ആശ്രയിക്കുന്ന ആ പാതാരബിന്ദങ്ങളെ സത്തുക്കളുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് അനുവർത്തിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ ലീല ദുഷ്ടന്മാർക്ക് പോലും ശിക്ഷയായിട്ട് ഭവിക്കുന്നു. അവരെ കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എല്ലാവരിലും അന്തര്യാമിയായിട്ട് വളങ്ങുന്നവരും അതുപോലെ തന്നെ സർവജ്ഞനുമായിട്ടുള്ള ആ അവിടുത്തെ അതായത് മഹാത്മാവുമായിട്ടുള്ള നെഞ്ചിരുവടിക്ക് എന്റെ നമസ്കാരം എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിക്കുകയാണ്. സത്വം മമൈശ്വര്യ മതപ്ലതസ്യ ഗതാഗതസ്ഥേ വിദുഷപ്രഭാവം ചന്തും പ്രഭൂതാർഹതി മൂഢചേതസോ മൈവം പുനർഭൂർ മതിരീശമേ സതി. ഭഗവാനെ അവിടുത്തെ പ്രഭാവം എല്ലാം ആർക്കറിയാം അല്ലെ, അറിയാൻ കഴിയാത്ത ആളാണ്. അപ്പോ അവിടുത്തെ പ്രഭാവം അറിയാതെ എല്ലാം അറിയും എന്നൊരു അഹങ്കാരം ഉള്ളിൽ വെച്ച് പുലർത്തി സ്വർഗലോകത്തിന്റെ അധിപനാണ് ഞാൻ എന്ന് വിചാരിച്ച് ആ ഐശ്വര്യമതം എന്നെ വല്ലാണ്ട് ഭ്രമിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഉള്ള ദുർബുദ്ധിയായിട്ടുള്ള ഞാൻ ചെയ്തു പോയ അപരാധത്തെ ക്ഷമിക്കാൻ അല്ലയോ ഭഗവാനെ അവിടെ നല്ലാണ്ട് വേറെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. ഭക്തന്മാരുടെ ആ ജീവന്മാരുടെ ഏത് അപരാധവും അവിടുന്ന് ക്ഷമിക്കുന്ന ആളാണ്. അമ്മയെ പോലെ വാത്സല്യമുള്ള ആളാണ്. അയ്യോ ഭഗവാനെ, എനിക്ക് ഇനി ഒരിക്കലും ഈ തരത്തിൽ അങ്ങയെ മാനിക്കാതിരിക്കാനുള്ള ദുഷ്ടബുദ്ധി എനിക്ക് തോന്നാതിരിക്കണേ ഭഗവാനെ. അവിടുത്തെ അവതാരം തവാവതാരോയ മതോക്ഷജേഹ സ്വയംവരാണാം ഒരു ഭാരജന്മനാം ചമോപദീന അഭവായ ദേവ ഭവായുഷ്മ ചരണാനുവർത്തിനാം അല്ലെ. അവിടുത്തെ അവതാരം തന്നെ അതായത് സ്വന്തം അവിടുത്തെ അവതാരത്തിന്റെ പ്രത്യേകത എന്താ? അതായത് എപ്പോഴും തൻ്റെ ആ പ്രാണനെ പോഷിപ്പിക്കുന്നവരും ഭൂമിക്ക് വർദ്ധിച്ച ഭാരവുമായിട്ട് ഭവിച്ചവരുമായിട്ട് രാജാക്കന്മാരെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, അതാണല്ലോ അവതാര ഉദ്ദേശം, ശിഷ്ടജന പരിപാലനം. അങ്ങനെ ഈ ശിഷ്ടജന പരിപാലനം എന്നുള്ളത് ശരിക്കും എപ്പോഴാ ഈ ശിഷ്ടന്മാരെയൊക്കെ നമുക്ക് അറിയാനായിക്കൊണ്ട് കഴിയുക? ആ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭക്തന്മാരെ ആശ്രയിക്കുമ്പോഴേ അവരുടെ പ്രഭാവം ശരിക്കും നമുക്ക് മനസ്സിലാക്കാനായിക്കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ ഭക്തന്മാര് ഭഗവാന്റെ അനുഗ്രഹ വിശേഷം കൊണ്ട് ഭക്തന്മാർക്ക് എപ്പോഴും ക്ഷേമം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അവതാര സ്വരൂപിയായിട്ടുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുകയാണ് ഭഗവാനെ. എന്റെ ആ അപരാധം ക്ഷമിക്കണേ. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാം പതയേ നമഃ. ഇവിടെ ആ ഭഗവാന് നമസ്കാരം. ഇവിടെ എന്താ, എല്ലാവരിലും ആ അന്തര്യാമിയായിട്ട് വളങ്ങുന്നവരും പിന്നെ ശുദ്ധജ്ഞാന സ്വരൂപനും എല്ലാമായിട്ട് വളങ്ങുന്നവനുമായ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം. സ്വച്ഛന്തോപാത്ത ദേഹായ, അതായത് ആ മഹാത്മാവായി വസുദേവപുത്രനായി ശ്രീകൃഷ്ണ സ്വരൂപത്തില് യാദവന്മാരുടെയൊക്കെ പതിയായിട്ട് വളങ്ങുന്ന ഭഗവാന് നമസ്കാരം. സ്വച്ഛന്തോപാത്ത ദേഹായ വിശുദ്ധ ജ്ഞാനമൂർത്തയെ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ. സ്വന്തം ഇച്ഛപ്രകാരം സ്വീകരിച്ചതായ ശരീരത്തോട് കൂടിയവനും, നമ്മളിപ്പോ നമ്മുടെ ശരീരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ശരീരം നമ്മുടെ നിയന്ത്രണത്തിലൊന്നുമല്ല. കാരണം നമ്മൾ അതിനെ എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആക്കാൻ നോക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അത് പെർഫെക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഈ നമ്മുടെ ശരീരമാണെങ്കിലും അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ശരീരം.
തന്റെ നിയന്ത്രണത്തിലാണ്. സ്വന്തം ഇച്ഛപ്രകാരം സ്വീകരിച്ച ശരീരത്തോട് കൂടിയവനും പരിശുദ്ധ ജ്ഞാനമാകുന്ന സ്വരൂപത്തോട് കൂടിയവനും ഈ ലോകസ്വരൂപത്തിൽ വളർന്നവനും ലോകത്തിന്റെ കാരണക്കാരനും അതുപോലെ ആ സ്ഥിതിക്കും ലയത്തിനും കാരണമായിട്ടുള്ള സർവാത്മാവായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അതായത് എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന ആള് അവിടുന്ന് തന്നെയാണ്. അപ്പൊ ഈ ലോകത്തിന് കാരണക്കാരനാണ്, ലോക പദാർത്ഥങ്ങൾക്ക് കാരണക്കാരനാണ്, ലോകാതീതനായിട്ട് വിളങ്ങുന്ന ആളാണ്. ലോകത്തിന്റെ നാശത്തിന് ശേഷവും ആ യാതൊരു കോട്ടവും കൂടാതെ വിളങ്ങുന്ന സാക്ഷാൽ പരിപൂർണ സ്വരൂപനാണ് അവിടുന്ന് എന്ന് പറയുകയാണ്. ഏതം ഭഗവൻ ഗോഷ്ഠനാശായ സാരവായുഭി ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാതീപുരമന്യുന. ഭഗവാനെ, അങ്ങ് യാഗം മുടക്കിയ സമയത്ത് ഞാൻ ലോകപാലകനാണ്, ജഗദീശ്വരാണ് എന്ന് അഭിമാനിക്കുന്ന ഞാന് വർദ്ധിച്ച കോപത്തോടു കൂടെ കാറ്റും മഴയും കൊണ്ട് ആ ഗോകുലത്തെ നശിപ്പിക്കാനായിട്ട് അപരാധം ചെയ്തു പോയി ഭഗവാനെ. അതായത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്ദ്രപട്ടം ത്രൈലോക്യത്തിന്റെ അധിപതിയായിട്ട് ഇന്ദ്രനായിട്ട് ഞാൻ തീർന്നുവെങ്കിലും എനിക്ക് കാമക്രോധാദികളിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ക്രോധം കൊണ്ട് അങ്ങയുടെ മഹത്വം മറന്നിട്ട് താൻ ചെയ്തു പോയ അപരാധം, ഒരുപാട് അപരാധം ചെയ്തത് അല്ലേ. അപ്പൊ ഞാൻ ചെയ്തു പോയിട്ടുള്ള അപരാധത്തെ കാമം കൊണ്ടും ക്രോധം കൊണ്ടുമാണല്ലോ ഞാനിങ്ങനെ അപരാധം ചെയ്തത്. കാമക്രോധാദി വികാരങ്ങളൊന്നും ഇല്ലാത്ത ആ ഭഗവാൻ കൃഷ്ണൻ ക്ഷമിക്കണേ എന്നാണ് ഇന്ദ്രൻ പ്രാർത്ഥിക്കുന്നത്. ത്വയേശാനുഗൃഹീതോസ്മി ദുസ്തുതംഭോ പ്രദോദ്യമാം ഈശ്വരം ഗുരുമാത്മാനം വാമഹം ശരണം ഗത. അയ്യോ ഭഗവാനെ, ഇപ്പോ എന്റെ അഹങ്കാരമൊക്കെ നശിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ അഹങ്കാരമൊക്കെ പോയി, ഇപ്പൊ ചെയ്ത പരിശ്രമമൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഏത് ശ്രമങ്ങളും വിജയകരമായിട്ട് അതിന്റെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലെ. ഏത് പരിശ്രമം ആയിക്കോട്ടെ, ഈശ്വരാനുഗ്രഹം കൂടാണ്ട് ഒന്നും നടക്കില്ല. അതിനിപ്പോ അവസാനം അർജുനൻ ആ സന്താനഗോപാലൻ കഥയില് അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ആ പരിശ്രമം ശരിയായിട്ടുള്ള ഫലത്തെ തരണമെങ്കിൽ അത് ഈശ്വരൻ അനുഗ്രഹിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. ഇപ്പൊ നമുക്കൊക്കെ ഇന്നത് ചെയ്യണം, ഇന്നത് പറയണം, ഇന്നത് പ്രവർത്തിക്കണം എന്ന് പറയാനേ അധികാരമുള്ളൂ. പക്ഷെ ആ ചെയ്യലും പറയലും പ്രവർത്തിക്കലും ഒക്കെ ഈശ്വരൻ ഉള്ളിൽ നിന്ന് വിചാരിച്ചാലേ അത് നടക്കുള്ളൂ എന്ന് കാണിച്ചു തരികയാണ്. ഇപ്പോ എന്റെ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചത് അല്ലെ. പരമാത്മാവും ഈശ്വരനും ഗുരുവുമായിരിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുക. എന്താ ഇപ്പോ ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോ ആ ശിക്ഷയുടെ രൂപത്തിൽ എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടായത്. ഇല്ലെങ്കിൽ എനിക്ക് ആ ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്നെ വാസ്തവത്തില് ഭഗവാൻ ഈ ശിക്ഷയിലൂടെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്റെ ഈ അഹങ്കാരം, അഹങ്കാരം നശിച്ചത്. അപ്പൊ എന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ അനുഗ്രഹിക്കുകയുണ്ടായത്, അല്ലാണ്ട് ശിക്ഷിക്കുകയല്ല ഉണ്ടായത് എന്ന് കാണിച്ചു തരിക. അപ്പോഴാണ് ഇന്ദ്രന്റെ ബുദ്ധി ഒന്ന് നേരെയാകുന്നത്. ആ ശ്രീശുകൻ പറഞ്ഞു, ഏവം സങ്കീർത്തിത കൃഷ്ണോ മഖോന ഭഗവാനമം മേഘഗംഭീരയാ വാച പ്രഹസന്നിതം അബ്രവീത്. ഇങ്ങനെ ദേവേന്ദ്രനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടപ്പോ ഭഗവാൻ മേഘ ഗർജിക്കുന്ന ഭാഷയില് ആ ഗംഭീരമായിട്ടുള്ള ശബ്ദത്തില് ഭഗവാൻ പറയുകയാണ്, ഹേ ഇന്ദ്ര മയാദേകാരി മഘവൻ ഗോലഗൃണത മദനുസ്മതയെ നിത്യം മത്തസ്യേന്ദ്ര ശ്രിയാവൃശം പറയാണ്. അതായത് ഭക്തനായിട്ടുള്ള നീ അതായത് ഈ ഇന്ദ്രനാണ് ഞാൻ എന്നുള്ള അഹങ്കാരത്തില് അല്ലെ, ത്രൈലോക്യത്തിന്റെ അധിപതിയാണ്, ത്രൈലോക്യത്തിന്റെ ഐശ്വര്യം മുഴുവൻ എന്റെയാണ്, അല്ലെങ്കിൽ എന്റെ കേമത്തം കൊണ്ടാണ് എന്ന് നീ വിചാരിച്ചു. പക്ഷെ വാസ്തവത്തില് ഈ ത്രൈലോക്യത്തിന്റെ ഒക്കെ അധിപതി ആരാ? ആ ത്രൈലോക്യത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ആരാ? ഭഗവാനാണ് അല്ലെ. അപ്പൊ ഈ ത്രൈലോക്യം തന്നെ ഭഗവാനിൽ നിന്ന്, വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വന്നതാണ് ഈ കാണുന്ന 14 ലോകങ്ങള് അല്ലെ. അതിപ്പോ ആ വിരാട് പുരുഷ ഉൽപ്പത്തിയെ കുറിച്ച് വർണ്ണിക്കുമ്പോ ശിരസ് മുതൽ പാദം വരെ ആ സത്യലോകം മുതല് പാതാളം വരെയുള്ള ലോകങ്ങളായിട്ടാണ് പറയുക. അപ്പോ ഈ ത്രൈലോക്യം എന്നൊക്കെ ഈ സ്വർഗലോകം എന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ വിഭൂതി മാത്രമാണ് അല്ലേ. അപ്പോ ആ ഭഗവാന്റെ വിഭൂതിയാണ് എന്ന് മനസ്സിലാക്കാതെ ഞാൻ ഈ ത്രൈലോക്യത്തിന്റെ അധിപതിയാണ്, ഇതൊക്കെ എന്റെ കേമത്തം കൊണ്ട് നേടിയതാണ് എന്ന് വിചാരിച്ച് എന്നെ മറന്നു, അങ്ങനെ മതോന്മത്തനായിട്ട് തീർന്നു. അത് ശരിയല്ല എന്ന് പറയുകയാണ്. എന്താ ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ, ഇന്ദ്രനാണെന്ന ഐശ്വര്യം കൊണ്ട് മതിമറന്ന അങ്ങയെ അനുഗ്രഹിക്കാനും എന്നെ ഓർമ്മിപ്പിക്കാനുമായിട്ടാണ് ഞാൻ അങ്ങയുടെ യാഗം മുടക്കിയത്. അല്ലാണ്ട് യാഗം മുടക്കണമെന്ന് അല്ല എന്റെ സ്വഭാവം.
എന്താ ഐശ്വര്യ പദം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട ആളുകള് കാലസ്വരൂപനായിട്ടുള്ള എന്നെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അപ്പോ അവര് വാസ്തവത്തിൽ ഓരോ ജീവന്റെ ലക്ഷ്യം എന്താ? ഈശ്വരപ്രാപ്തിയാണ്. അപ്പൊ അവര് ഈ ഐശ്വര്യ മതത്തിൽ എങ്ങനെ ഭ്രമിക്കും? അത് പൊതുവെ മനുഷ്യന്റെ സ്വഭാവ. അതിപ്പോ ഉദ്ധവൻ വിതുരനെ കാണുന്ന സമയത്ത് വിതുരനോട് ആ സങ്കടം പറയുന്നുണ്ട്. എന്താ അതായത് ഭഗവാന്റെ സ്വധാമഗമനമൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ അതിന്റെ മുമ്പ് തന്നെ ഭഗവാനിൽ നിന്ന് ഭാഗവതോപദേശം കിട്ടി ഉദ്ധവർക്ക്. അപ്പോ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ബദരിയാശ്രമത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോഴാണ് വഴിയിൽ വെച്ച് യമുനാ തീരത്ത് വെച്ച് വിതുരനെ കാണുന്നത്. അപ്പൊ വിതുരൻ അതായത് ദ്വാരകയിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ അതിനാദ്യം ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. അവസാനം പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ആ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചിട്ട് പറയണത് ഇതാ, ഈ യാദവന്മാര് പൊതുവെ ഭാഗ്യം കെട്ട ആളുകളാണ്. അവർക്ക് എന്താ പറ്റിയത്? അവരുടെ ഇടയിൽ ഒരു യാദവനായിട്ട് മാത്രമേ കൃഷ്ണനെ കണ്ടിട്ടുള്ളൂ. കൃഷ്ണൻ സാക്ഷാൽ ആത്മാവാണല്ലേ, പരമാത്മാവാണ്. ആ പരമാത്മാവായിട്ടുള്ള ഭഗവാനെ ഞാൻ മനസ്സിലാക്കി, പക്ഷെ യാദവന്മാര് മനസ്സിലാക്കിയില്ല. എന്താ കാരണം? യാദവന്മാര് ഭഗവാന്റെ വിഭൂതികളായിട്ടുള്ള ഐശ്വര്യങ്ങളിൽ ഭ്രമിച്ചു, ഭഗവാനെ വിട്ടു. ഇതാണ് ഈ ഐശ്വര്യം വന്നാൽ നമ്മൾ ഭഗവാനെ വിടുന്ന. യാദവന്മാര് വിവരമില്ലാത്ത ആളുകളൊന്നും അല്ല, എല്ലാം അറിയുന്ന കൂട്ടരൊക്കെ തന്നെയാ. പക്ഷെ എന്നിട്ടും അവർക്ക് ഭഗവാനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഈ ഐശ്വര്യത്തിൽ ഭ്രമിച്ചത് കൊണ്ട്. അങ്ങനെ ഐശ്വര്യത്തിൽ ഭ്രമിച്ചത് കൊണ്ട് കൃഷ്ണനെ കിട്ടിയില്ല അവർക്ക്. ഉദ്ധവനോ ഐശ്വര്യത്തിൽ ഭ്രമിച്ചില്ല, ഭഗവാനെ തന്നെ ആശ്രയിച്ചു. അതുകൊണ്ട് ഭഗവാനെ തനിക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു ഭാഗവതത്തിലൂടെ. അപ്പൊ ഇതാണ് അവിടെ കാണിച്ചത്. അപ്പൊ ഇവിടെയും ഭഗവാൻ പറഞ്ഞു, ആ ഐശ്വര്യ മതം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവര് കാലസ്വരൂപനായിട്ടുള്ള എന്നെ ഓർക്കാറില്ല. അപ്പൊ അവരെ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ അവരെ സമ്പത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കുകയാണ്. ഇന്ദ്ര, അങ്ങക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ യാഗം മുടക്കിയപ്പോഴല്ലേ ഇപ്പൊ അങ്ങ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ഇപ്പൊ എന്റെ അടുത്ത് എത്തിയത്. അല്ലെങ്കിൽ എത്തുവോ? എത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നും വരില്ല. എന്നെ തന്നെ ഓർത്തുകൊണ്ട് അങ്ങയുടെ കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കുക. എന്താണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്? ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. ഏത് പ്രവൃത്തിയുടെ അടിസ്ഥാനം എന്താ? ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നാണ്. ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എവിടെ നിന്നാ തരുന്നത്? അത് ഭഗവാനാണ്. ഈ പ്രവൃത്തി ചെയ്യുന്ന അനുഭവമായിട്ടിരിക്കുന്നത് എന്താ? അതും ഭഗവാനാണ്. അതിന്റെ ഫലം ആരാ തരുന്നത്? അതും ഭഗവാൻ. അപ്പൊ പിന്നെ അതൊക്കെ ഭഗവാനല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയുക, നിങ്ങൾ അവിടങ്ങളിൽ ഇരുന്ന് കേൾക്കുക. ഇതൊക്കെ ഞാൻ പറയണമില്ല, നിങ്ങൾ കേൾക്കണമില്ല. പറയുന്ന ആളുടെ ഉള്ളിലിരിക്കുന്നതും പറയിപ്പിക്കുന്നത് ഭഗവാൻ, കേൾക്കുന്ന ആളുടെ ഉള്ളിലിരുന്ന് കേൾപ്പിക്കുന്നതും ഭഗവാൻ, അതിനെ മനസ്സിലാക്കിപ്പിക്കുന്നതും ഭഗവാൻ, നമുക്ക് ആ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോന്നിപ്പിക്കുന്നതും ഭഗവാൻ. അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദി ആരാ? ഭഗവാൻ. അപ്പൊ ഭഗവാനിൽ നിന്ന് ഒന്നും അന്യമായിട്ടില്ല. അപ്പൊ ഈ തത്വം ഓർത്തുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തി എടുത്തോളൂ, അങ്ങക്ക് മക്കളുണ്ടാവും. ആ സ്വന്തം ഗർവിനെ അകറ്റിയിട്ട് സ്വന്തം കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കൂ എന്നാണ്. നമ്മളോട് മിണ്ടാണ്ടിരിക്കാൻ പറയില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. പക്ഷെ ആ ചെയ്യുന്നത് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് അഹങ്കാരം കൂടാണ്ട് ചെയ്യുക. എങ്കിൽ ഒക്കെ നേടിയാവുമെന്ന് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാഗം മുടക്കിയത്. മാമൈശ്വര്യ ശ്രീമതാന്തോ ദണ്ഡപാണിന്ന പശ്യതി തം പ്രംശയാമി സമ്പദ്ഭ്യോ യസ്യ ചേച്ചാമനുഗ്രഹം. ഈ സമ്പത്തും ഐശ്വര്യങ്ങളൊക്കെ ധാരാളം വന്നാല് അന്ധരായിട്ട് തീരുമില്ലേ? കണ്ണു കാണില്ല. പിന്നെ എപ്പോഴും അതാ ഈ അധികാരമൊക്കെ കിട്ടിയ ആളുകൾ പിന്നെ ഈ അധികാരത്തിന്റെ പിന്നാലെ തന്നെയാ. എന്താ അറിയോ? ഈ അധികാരത്തിന്റെ മുകളിൽ കുറച്ചിരുന്നാ പിന്നെ അതിലല്ലാണ്ട് പിന്നെ ഇരിക്കാൻ വയ്യാന്നൊരു നില വരും. അപ്പൊ അതിന്റെ പിന്നാലെ പിന്നോടും എല്ലാം മറക്കുകയും ചെയ്യും. അപ്പോ അത് എല്ലാവരെയും തന്റെ അധികാരം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന കാലസ്വരൂപനായിട്ടുള്ള എന്നെ അവര് കാണില്ല. അപ്പോ ഭഗവാൻ എന്താ പറയണത്? ഏതൊരുത്തനെ ഞാൻ അനുഗ്രഹിക്കണം എന്ന് വിചാരിക്കുന്നുവോ അവന്റെ ആ അഹങ്കാരത്തിന് കാരണമായിട്ടുള്ള സമ്പത്തിനെ നശിപ്പിക്കും. അല്ലെ? ഇപ്പൊ മഹാബലിയുടെ ചരിത്രത്തിൽ ഭഗവാൻ ശുക്രാചാര്യരെ കൊണ്ട് പറയുന്നുണ്ട് ഈ വാക്ക്. ഞാനൊരാളെ അനുഗ്രഹിക്കാൻ ശ്രമിച്ചാൽ അവന്റെ ഐശ്വര്യത്തിന് കാരണമായിട്ടുള്ള ആ സമ്പത്തിനെ നശിപ്പിക്കാൻ ആദ്യം ചെയ്യുക. കാരണം ഇത് വന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈശ്വരനെ ആശ്രയിക്കാനൊന്നും പറ്റില്ല.
അപ്പോ അതുകൊണ്ട് അത് ഇല്ലാണ്ടാക്കും. ഗമ്യതാം ചക്രഭദ്രം ക്രീഡാമേനു ശാസനം സ്ഥിയതാം സ്വാധികാരേഷു യുക്തർവസ്തംഭവർജിതയെ. ഇന്ദ്ര സ്വർഗലോകത്തിലേക്ക് മടങ്ങി പോവുക, അഹങ്കാരമൊക്കെ തീരെ ഉപേക്ഷിച്ചിട്ട് ഓരോരോ ഡ്യൂട്ടി ഉണ്ടല്ലോ, അവനവന്റെ കർത്തവ്യ കർമ്മങ്ങള്, അത് അവിടെ ഇരുന്ന് ചെയ്യുക, എന്റെ കൽപ്പന അനുസരിക്കുക, അത് ചെയ്താൽ മതി. അപ്പോ സദാഹസുരഭി കൃഷ്ണം അഭിവന്ദ്യ മനസ്സിനെ സ്വസന്താനെ രൂപാമന്ത്രിയ ഗോപരൂപിണമീശ്വരം. അപ്പോഴാണ് ആ കാമധേനു അല്ലെ, ആ കാമധേനു അവിടെ സന്താനങ്ങളായിട്ടുള്ള പശുക്കളോട് കൂടി വന്നിട്ടുണ്ട്. ഗോപാലസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ആ കാമധേനു അല്ലെങ്കിൽ സുരഭി സ്തുതിക്കുകയാണ്. എന്താ സ്തുതിച്ചത്? കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാവയമച്യുതാം. സുരഭി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അവിടുന്ന് മഹായോഗിയായിട്ടിരിക്കുന്ന ആളാണ്, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആ പരമസത്യമാണ് അവിടുന്ന്. ഈ വിശ്വസ്വരൂപത്തിൽ വളങ്ങുന്നവനും ആ വിശ്വത്തിന് കാരണമായ ക്ഷുതിരഹിതനായിട്ടുള്ള, കാരണം ഈ വിശ്വം എന്ന് പറയുന്ന ഈ ലോകം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാ. പക്ഷേ ലോകത്തിന് കാരണക്കാരനായിട്ടുള്ള ഭഗവാനോ, ആ ഭഗവാന് നാശമില്ല. അതുകൊണ്ടാണ് അവിടെ അച്യുത എന്ന് വിളിച്ചത്, സ്തുതിയില്ലാത്ത ആളാണ്. അപ്പോ അങ്ങയെ ആശ്രയിച്ചതോടുകൂടെ, ക്ഷുതിരഹിതനായിട്ടുള്ള അങ്ങയെ ഞങ്ങള് ആശ്രയിച്ചതോടുകൂടെ, അവിടുന്ന് രക്ഷിച്ചതോടുകൂടെ ഞങ്ങളൊക്കെ അതായത് സനാഥനായിട്ട് ഭവിച്ചിരിക്കുന്നു, നാഥനുള്ളവരായിട്ട് തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മുടെയൊക്കെ നാഥൻ ഭഗവാനാ. ഭഗവാൻ നമ്മളെ രക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയവും വേണ്ട, നമ്മളെപ്പോഴും നാഥനുള്ളവരായിട്ട് തീരും. അല്ല നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളെ, അവിടെയുള്ള കാര്യങ്ങളെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അതൊക്കെ നശിക്കുമ്പോൾ നമ്മൾ അനാഥരായിട്ട് തീരുകയാണ്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഇത്രയും കാലം ഞങ്ങൾ അനാഥരായിരുന്നു, അവിടുന്ന് രക്ഷിച്ചതോടുകൂടി ഞങ്ങള് സനാഥരായിട്ട് ഭവിച്ചിരിക്കുന്നു. ഭഗവാനെ ത്വന്ന പരമകം ദൈവം ത്വന്ന ഇന്ദ്രോ ജഗത്പദേ ഭവായ ഭവഗോവിപ്രദേവാനാം ഏജസാധവാം. അല്ലയോ ഭഗവാനെ, ലോകപാലകനായിട്ടുള്ള അവിടുന്ന് ജഗത്പതിയാണ്. അപ്പോ ഇപ്പോ ഞങ്ങളുടെ എല്ലാമായിട്ട് വിളങ്ങുന്നത് സാക്ഷാത് ഈശ്വരനായിട്ട് വിളങ്ങുന്ന ദൈവം തന്നെയാണ് അവിടുന്ന്. അതുകൊണ്ട് ഇപ്പോ അവിടുന്ന് സാധുക്കളുടെയും പശുക്കളുടെയും, അതായത് സജ്ജനങ്ങളുടെയും പശുക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും അഭ്യുദയത്തിനായിട്ട് ഇന്ദ്രനായിട്ട് തീരണം ഭഗവാനെ എന്ന് പറയുകയാണ്. ഇവിടെ ഒരു ഇന്ദ്രനുണ്ട്, പക്ഷെ ഇവിടെ ഈ ഒരു ഇന്ദ്രൻ എന്ന് വെച്ചാൽ എല്ലാറ്റിന്റെയും പതി എന്നുള്ള ഭാവത്തിലാണ്. അങ്ങനെ ഇപ്പോ ആ ഗോക്കളുടെയും അതുപോലെ സാധുക്കളുടെയും ബ്രാഹ്മണരുടെയും ധർമ്മത്തിന്റെയും ആ ഇന്ദ്രനായിട്ട് അവിടുന്ന് ഭവിക്കണം ഭഗവാനെ. അങ്ങാണ് ഞങ്ങളുടെ സർവോത്കൃഷ്ടനായിട്ടുള്ള ദൈവം. അപ്പോ ഈ ഞങ്ങളുടെയൊക്കെ ഈ ബ്രാഹ്മണര്, പശുക്കള്, ദേവന്മാര്, സജ്ജനങ്ങള്, ഇവരിലൂടെയാണ് ധർമ്മം ലോകത്തില് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ, അതായത് ഗോക്കളുടെ ഇന്ദ്രനായിട്ട് തീർന്നാലും, ഈ ഗോക്കളുള്ളത് കൊണ്ടാണ് ആ ബ്രാഹ്മണർക്കും പശുക്കൾക്കും ദേവന്മാർക്കും സജ്ജനങ്ങൾക്കും ഒക്കെ ക്ഷേമം ഉണ്ടാകും. കാരണം ഗോ എന്ന് പറഞ്ഞാൽ, പശു എന്ന് പറഞ്ഞാൽ തന്നെ ത്യാഗത്തിന്റെ പ്രതീക. ഈ പശുവിന്റെ പ്രഭാവം കൊണ്ട് അവർക്ക്, ഈ സജ്ജനങ്ങൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും പശുക്കൾക്കും ഒക്കെ ആ ക്ഷേമം ഉണ്ടായി തീരണം. അപ്പൊ ഗോക്കളുടെ ഇന്ദ്രനായിട്ട് അവിടെ തീരണം. ബ്രഹ്മദേവന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങയെ ഞങ്ങളുടെ ഇന്ദ്രനായിട്ട് അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. വിശ്വാത്മാവായിട്ടുള്ള അങ്ങ് അതായത് ഇന്ദ്രൻ നസ്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണ നോദിതാവയം അവതീർണോസ്തി വിശ്വാത്മൻ ഭൂമേർഭാരാവനുത്തയെ. ബ്രഹ്മാവിന്റെ പ്രേരണ അനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങയെ ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഗോക്കളുടെയൊക്കെ ഇന്ദ്രനായിട്ട് അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുന്നത്. വിശ്വാത്മാവായിട്ടുള്ള അവിടുന്ന് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായിട്ട് അവതരിച്ചവനല്ലേ എന്ന് ചോദിക്കുകയാണ്. ഏവം കൃഷ്ണ ഉപാമന്ത്രിയ സുരഭി പയസാത്മന ജലൈരാകാശഗംഗായ ഐരാവതകരോധൃതയെ. അങ്ങനെ ഈ സമയത്തോ ഈ കാമധേനു ഭഗവാനെ ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പാല് കൊണ്ട് അഭിഷേകം ചെയ്യാനായിട്ട്, ഇന്ദ്രനായിട്ട് ഭഗവാനെ ആ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പൊ ഇവിടെ ഇന്ദ്രൻ എന്താ ചെയ്ത തെറ്റിനെ നല്ലൊരു പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റിയ സമയം. അപ്പോ ദേവന്മാരുടെ മാതാക്കൾ, അതിഥി തുടങ്ങിയിട്ടുള്ള ദേവമാതാക്കളെ പ്രേരിപ്പിച്ചിട്ട് ദേവേന്ദ്രൻ ദേവർഷിമാരോട് കൂടിയിട്ട് ഐരാവതത്തിന്റെ തുമ്പിക്കൈ കൊണ്ട് എടുക്കപ്പെട്ട ആകാശഗംഗയുടെ ജലം കൊണ്ട് കൃഷ്ണനെ അഭിഷേകം ചെയ്യാനായിട്ട് അവിടെ വന്നു. അങ്ങനെ എല്ലാവരും കൂടെ സുരഭി തന്റെ അകിട്ടിലെ പാല് കൊണ്ടും ആ ഇന്ദ്രനാണെച്ചാൽ ഐരാവതത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന ആ സ്വർണ്ണ കലശത്തിൽ കൊണ്ടുവന്നതായ ഗംഗാതീർത്ഥം കൊണ്ടും ഭഗവാനെ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്ത് ഗോവിന്ദൻ എന്ന പേരും വിളിച്ചു എന്ന് പറയുകയാണ്. ഇങ്ങനെ സ്തുതിച്ച് കാമധേനു ശ്രീകൃഷ്ണനെ തന്റെ പാല് കൊണ്ട് ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തു. ഐരാവതത്തിന്റെ തുമ്പിക്കൈയിൽ, ഇന്നലെ പറഞ്ഞില്ലേ, ഐരാവതം
നാഗം. ഈ നാഗം എന്ന് വെച്ചാൽ ആന എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഐരാവതൻ തുമ്പിക്കൈയിൽ നിന്ന് കൊണ്ടുവന്ന ആകാശഗംഗാ ജലം കൊണ്ട് അതിഥി മുതലായിട്ടുള്ള ദേവമാതാക്കളുടെ പ്രേരണ അനുസരിച്ചിട്ട് ഇന്ദ്രനും ഭഗവാനെ അഭിഷേകം ചെയ്തിട്ട് ഗോവിന്ദ എന്ന് കീർത്തിച്ചു എന്നാണ്. ഇപ്പോ ആ ഗോകുലത്തില് ഗോവിന്ദനാമ സങ്കീർത്തനം ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ഇപ്പോ ആ ഇന്ദ സുരക്ഷിഭിസാകം നോദിതോ ദേവമാതൃഭി അഭിഷിഞ്ചത ദാശാർഹം ഗോവിന്ദ ഇതി ചാപ്യതാൽ സർവത്ര ഗോവിന്ദ ആ ഭാവമായിട്ട് തീരുകയാണ്. എന്താ, ഗോകളുടെയൊക്കെ ഇന്ദ്രൻ, ജ്ഞാനം വർദ്ധിച്ച ആള്, അതുപോലെ ധർമ്മം വർദ്ധിച്ച ആൾ, ഇങ്ങനെ ഒരുപാട് അർത്ഥമുണ്ട്. ഗോ എന്നുള്ള ശബ്ദത്തിന് പശു എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോ എല്ലാറ്റിനും ആ ജ്ഞാനം എന്നുള്ളതാണ് ഇവിടെ മുഖ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള വിഷയം. അങ്ങനെ ആ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തു. ആ സമയത്തോ തത്രാംഗതസ്തുംപുരു നാരദാദയോ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണ ജഗുർ യശോലോകമലാപഹം ഹരേ സുരാംഗന സന്നതുർമുദാന്വിത. ആ സമയത്ത് ആ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ നാരദൻ, തുമ്പുരു തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കള്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര് എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിക്കുകയാണ്. അപ്സര സ്ത്രീകളെ സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തു. ആകാശത്തില് തം ദുഷ്ടവോ ദേവനികായ കേതവോ വ്യപാങ്കിരച്ച അത്ഭുത പുഷ്പവൃഷ്ടിഭി ലോകാപര നിർവൃതി മാപ്തിമസ്ത്രയോ ഗാവസ്തരാഗമനയൽപയോ ദ്രുതാം. അങ്ങനെ ആ ആകാശത്തിലെ കൽപ്പക വൃക്ഷങ്ങളെ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി ഭഗവാനെ ആ ദേവന്മാര് സ്തുതിച്ചു. അങ്ങനെ 3 ലോകങ്ങളിലുള്ള ജനങ്ങള് ആ ഗോവിന്ദാഭിഷേക സമയത്ത് പരമാനന്ദം അടഞ്ഞു എന്നാണ്. പശുക്കൾ ആ സമയത്ത് ആ ഭൂമിയില് പാൽ ചുരത്തി ഭൂമിയെ തന്നെ അഭിഷേകം ചെയ്തു. ആ നദികളില് നാനാരസൗഘ സരിതോ വൃക്ഷ ആസന്മതുസ്രവാഹ, നദികളിൽ പാലും തേനൊക്കെ ഒഴുകാനായിക്കൊണ്ട് തുടങ്ങി. ആ വൃക്ഷങ്ങള് ശരിക്ക് തേൻ ഒഴുക്കി എന്നാണ്. പാടങ്ങളില് ശരിക്ക് വിതയ്ക്കാതെ തന്നെ ഓഷധികളും സസ്യങ്ങളും ധാന്യങ്ങളും ധാരാളം മുളച്ച് സമൃദ്ധമായിട്ട് വളഞ്ഞു. ഇതാണ് ഈ അഭിഷേകം നടത്തിയ എല്ലാ അഭിവൃദ്ധിയും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ അഭിഷേകത്തിനൊക്കെ നമ്മുടെ ഇടയില് കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പ്രാധാന്യം കുറച്ച് കൂടുതൽ. പർവ്വതങ്ങള് തങ്ങളുടെ ഉള്ളിലുള്ള മണികളും രത്നങ്ങളൊക്കെ പുറത്തേക്ക് പ്രകാശിപ്പിച്ചു. കൃഷ്ണേഭിഷിക്ത ഏതാനി സത്വാനി ഗുരുനന്ദന നിർവൈര്യാണ് ഭവസ്താര ക്രൂരാണ്യവി നിസർഗന. അങ്ങനെ പരീക്ഷത്തെ ശ്രീകൃഷ്ണൻ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോ സ്വഭാവത്താൽ ക്രൂരജന്തുക്കളായിരുന്ന പ്രാണികൾക്ക് പോലും ആ ജാതി വൈരം മറന്ന് പരസ്പരം സ്നേഹം ഉണ്ടായി എന്ന് പറയണം. ആരിലും വിരോധഭാവന ഇല്ല. ഈ അഭിഷേകത്തിന്റെ ഫലമായിട്ട് എല്ലാവരുടെ ഉള്ളിലുള്ള ക്രോധ ലോഭ മോഹഭാവങ്ങളൊക്കെ നീങ്ങിയിരിക്കണം. ഗിരിഗോപുരപതിയും ഗോവിന്ദം അഭിഷിച്ച അനുജ്ഞാതോ ഏവ ചക്രോ ഹൃദോദേവാദിഭിർദിവം. ഇങ്ങനെ ദേവേന്ദ്രൻ ശ്രീകൃഷ്ണനെ ഗോകുലത്തിന്റെയും ഗോക്കളുടെയും നാഥനായിട്ടുള്ള ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തിട്ട് ഭഗവാന്റെ അനുവാദത്തോടുകൂടെ മറ്റു ദേവവൃന്ദങ്ങളാൽ ചുറ്റപ്പെട്ടവനായി സ്വർഗലോകത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ 27ാമത്തെ അധ്യായം സമാപിക്കുന്നത്. ഇനി 28ാമത്തെ അധ്യായം, അതായത് നന്ദഗോപര് ഒരു ഏകാദശി നോറ്റു എന്നാണ്. നമ്മുടെ ഏകാശി പോലെയൊന്നും അല്ല കേട്ടോ നന്ദഗോപരുടെ ഏകാശി. അദ്ദേഹം ദശമിക്ക് ഒരിക്കലേ കഴിക്കുള്ളൂ. പിന്നൊന്നും അതായത് മറ്റു സമയങ്ങൾ ഒരു നേരെ കഴിക്കുള്ളൂ. പിന്നെ ഏകാദശിക്ക് ശുദ്ധോപവാസം എന്നാണ്. പിന്നെ ദ്വാദശി ദിവസം കുളിയെ കഴിഞ്ഞ് വന്ന് ഭരണ വിടുക. അപ്പോ ഈ അതായത് ഏകാദശ്യാം നിരാഹാര സമഭ്യക്തി ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ത്യാം ദ്വാദശ്യാം ജലമാവിശൽ. ഒരു ഏകാദശിക്ക് ആ നന്ദഗോപര് ഭക്ഷണമൊക്കെ തീരെ ഉപേക്ഷിച്ചിട്ട് വെള്ളം പോലും കുടിക്കാതെ ഭഗവാനെ തന്നെ പൂജിച്ചിട്ട് ദ്വാദശി ശുദ്ധോപവാസമായിട്ട് എടുത്തു. അത് കഴിഞ്ഞ് ദ്വാദശി നാളില് കുറച്ച് നേരത്തെ കുളിക്കാൻ ചെന്നു കാളിന്തിയില് എന്നാണ്. ഈ കുളിക്കുന്നതിനൊക്കെ ചില സമയങ്ങളൊക്കെ ഉണ്ട്. ആ സമയമില്ലാ സമയത്തൊന്നും ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. അപ്പോ ഇദ്ദേഹം കുറച്ച് നേരത്തെ പോയത്. ആ സമയത്ത് വരുണന്റെ ഭൃത്യന്മാര് ഈ ജലാശയത്തില് ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും അതിന് വല്ല തടസ്സം ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി വരുണന്റെ പ്രഭാവത്തിനോ അല്ലെങ്കിൽ ഗംഗയുടെ ഉറക്കത്തിനോ ആരെങ്കിലും തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ നോക്കിയിട്ട് വരുണഭൃത്യന്മാര് അവിടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് തം ഗൃഹീത്വനയഭൃത്യോ വരുണസ്യാസുരോന്തികം അഭിജ്ഞായ അസുരീം വേല പ്രവിഷ്ടമുദകം ദിശി. ഇപ്പോ ആ അസുരന്മാരുടെ സമയം നന്നായിട്ട് അറിയാവുന്ന ആളാണ് നന്ദൻ. പക്ഷേ ഈ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇറങ്ങിയ സമയത്ത് അത് ഓർമ്മയില്ല. അത് കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് ആ അസുരനായിരിക്കുന്ന വരുണന്റെ ഒരു ഭൃത്യൻ, വരുണൻ ദേവനാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഭൃത്യൻ അസുര സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ആളാ. അയാള് ആളറിയാതെ
ഈ നന്ദഗോപര് വന്ന് ഇറങ്ങിയപ്പോ നന്ദഗോപരെ ആ വരുണന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവച്ചു എന്നാണ്. അതാണ് അയാളുടെ ഡ്യൂട്ടി അയാൾ ചെയ്തതാ. പക്ഷെ ഇത് നന്ദഗോപരാണെന്ന് അറിയാനുള്ള ഭാവം ഈ ആസുരി പ്രകൃതി ആയതുകൊണ്ട് ഈ ഭൃത്യന് ഉണ്ടായിരുന്നില്ല. അതായത് ശുക്രുശുസ്ത്വം അപശ്യന്ത കൃഷ്ണരാമേതി ഗോപക ഭഗവാൻ തദുപശ്രുത്യ വിതരം വരുണാഹൃതം തദധികം ഗതോ രാജൻ സ്വനാമഭേദോ വിഭോ. ഇപ്പോ ഭഗവാന്റെ അടുത്ത് കംപ്ലൈന്റ് കിട്ടുക. കാരണം കുളിക്കാൻ പോയിട്ടുള്ളതായ ആ നന്ദഗോപര അച്ഛനെ കാണാനില്ല എന്നുള്ള വിവരമാണ് ഭഗവാൻ അറിയുന്നത്. ആ ഗോപന്മാർക്കൊക്കെ വല്ലാണ്ട് പരിഭ്രമം. കൃഷ്ണനോട് വിവരം പറഞ്ഞു. ഭഗവാനോ വെള്ളത്തിലേക്കല്ല, അതായത് വെള്ളത്തിൽ ഇറങ്ങിയ ആളെ എന്നാ പിന്നെ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും, എന്നാ ഒന്ന് അന്വേഷിച്ച് പൊക്കളയാന്നും പറഞ്ഞ് രാമനും കൃഷ്ണനും ആ നന്ദഗോപര് അന്വേഷിച്ച് പുറപ്പെട്ട് പ്രാപ്തം വീക്ഷ്യ ഋഷികേശൻ ലോകപാലസഭന്യ മഹത്യ പൂജയിത്വഹ തദ്ദർശന മഹോത്സവ. ഇപ്പോ ആ വരുണന്റെ കൊട്ടാരത്തിൽ പടിഞ്ഞാറെ സമുദ്രത്തിലേക്കാണ് ഇറങ്ങി നേരെ വരുണപുരിയിലേക്ക്, വിഭാവരി എന്നാണ് വരുണന്റെ പുരിയുടെ പേര്. അവിടെ എത്തി വരുണന്റെ കൊട്ടാരത്തില് ആ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട സമയത്ത് ലോകപാലകനായിട്ടുള്ള ആ വരുണൻ ഭഗവാന്റെ ദർശനം കിട്ടിയതോട് കൂടിയിട്ടോ മതിമറന്ന സന്തോഷത്തില് ശരിക്കും ഉത്സവത്തിന്റെ പ്രതീതിയായി ആ വിശേഷ വസ്തുക്കളെ കൊണ്ട് ആ ഭഗവാനെ വേണ്ടതുപോലെ പൂജിച്ചു. എന്നിട്ട് പറയുകയാണ് വരുണൻ, ഭഗവാനെ അദ്യമേ നിവൃതോ ദേഹോ ദൈവാത്മോദിഗത പ്രഭോ തൊൽപാദഭാജോ ഭഗവാൻ അവാഭു പാരമധ്വന. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഞങ്ങളുടെ പ്രഭു ആയിട്ടിരിക്കുന്ന ആളാണ്. അവിടുത്തെ ദർശനം കൊണ്ട് ആ പാദസ്പർശം കൊണ്ടും ഇപ്പൊ എന്റെ ജന്മം സഫലമായിട്ട് തീർന്നിരിക്കുന്നു ഭഗവാനെ. അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഭജിക്കുന്ന ആളുടെ സ്വഭാവം എന്താ? അവർക്ക് മോക്ഷം തന്നെ കിട്ടും. ഇന്നാണ് എന്റെ ജന്മം സഫലമായത്. ഇന്നാണ് എനിക്ക് പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം സാധിച്ചത്. അവിടുത്തെ പാദസേവകന്മാർക്ക് മാത്രമേ ഈ സംസാരത്തിൽ നിന്ന് സംസാര മാർഗത്തിന്റെ അവസാനത്തില് ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ ഈ സംസാര മാർഗത്തിന്റെ അവസാനത്തില് അങ്ങയെ പ്രാപിക്കാനായിക്കൊണ്ട് കഴിയുള്ളൂ എന്ന് പറയുകയാണ്. ഇപ്പോ അവിടെ ആരാ? നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര ശോയതേമായ ലോക സൃഷ്ടി വികൽപ്പന. പരബ്രഹ്മ സ്വരൂപിയായിട്ട് പരമാത്മാവായിട്ട് വിളങ്ങുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പ്രപഞ്ച പ്രതീതി ഉണ്ടാക്കുന്ന മായയുടെ കണിക പോലും അങ്ങയില് ഇല്ല ഭഗവാനെ. അപ്പോ അങ്ങ് മായാതീതനായിട്ട് വിളങ്ങുന്ന ആളാണ്. ഇപ്പൊ എന്റെ ഭൃത്യൻ അവിടുത്തെ അച്ഛനെ അപഹരിച്ചു കൊണ്ടുവന്ന അപരാധം അവിടെ നിന്ന് പൊറുക്കണം. കാരണം ആളറിയാണ്ട് പറ്റിയതാ. അതുപോലെ ഈ ഭൃത്യൻ എന്തെങ്കിലും ചെയ്ത അതിന്റെ പേര് ദോഷം സ്വാമിക്കും വരില്ലേ? അപ്പൊ എന്നെയും അനുഗ്രഹിക്കണേ ഭഗവാനെ. ഇതാ അച്ഛനെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ എന്നാണ്. അപ്പൊ ഇവിടെ ഈ നന്ദഗോപരാണെച്ച വരുണന്റെ തടവറയില്ല. പക്ഷെ വരുണന്റെ തടവറയിൽ ഇരുന്നുകൊണ്ട് നന്ദഗോപര് കാണാണ് രാമകൃഷ്ണന്മാരെ വരുണൻ വന്ന് പൂജിക്കുന്നതും നമസ്കരിക്കുന്നതും സ്തുതിക്കുന്നതും ഈ ക്ഷമാപണമൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോ നന്ദഗോപർക്ക് പൂർണ്ണമായിട്ട് ബുദ്ധിയായി എന്ത്? രാമകൃഷ്ണന്മാര് സാക്ഷാൽ ജഗദീശ്വരന്മാര്, പ്രധാന പുരുഷന്മാര് തന്നെ. അല്ലാണ്ട് മക്കൾ തന്റെ മനുഷ്യഭാവത്തിൽ വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. തന്റെ മക്കളൊന്നും അല്ല. വാസ്തവത്തിൽ അവര് ഈശ്വരന്മാർ തന്നെയാണ് എന്ന് മനസ്സിലായി എന്നാണ്. ഇപ്പോ ആ വരുണനാൽ സൽക്കരിക്കപ്പെട്ട ആ രാമകൃഷ്ണന്മാര് ഇപ്പോ ആ നന്ദഗോപുരെ ചെന്ന് നമസ്കരിക്കേണ്ട വരുണൻ തെറ്റ് ക്ഷമിക്കണേ എന്നും പറഞ്ഞിട്ട് പിന്നെ രാമകൃഷ്ണന്മാര് കൂടെ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ ആ നമസ്കരിച്ച് അവിടെ വേണ്ടതുപോലെയൊക്കെ സൽക്കരിച്ചു അച്ഛനോട് കൂട്ടിയിട്ട് രാമകൃഷ്ണന്മാര്. അതിനുശേഷം ഏവം പ്രസാദിത മമയപ്പ അനുഗ്രഹം കൃഷ്ണ കർത്തുമർഹസ്യ ശേഷദൃ ഗോവിന്ദനീത അമേഷ പിതാതേ പിതൃവത്സല. ഇപ്പോ അവിടുത്തെ ആ ദർശനം, ഇപ്പോ എന്റെ ഭൃത്യൻ അങ്ങയുടെ അച്ഛനെ കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്കിപ്പോ അവിടുത്തെ ദർശനം കിട്ടാനും അവിടുത്തെ പൂജിക്കാനും ഒക്കെ സംഗതി വന്നിരിക്കുന്നത്. അപ്പോ അങ്ങയുടെ പ്രജകളായിട്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളോട് കോപിക്കാതെ ഞങ്ങളോട് സന്തോഷിക്കണം ഭഗവാനെ. ഏവ പ്രസാദിത കൃഷ്ണോ ഭഗവാൻ ഈശ്വരേശ്വര ആദായാകാശവിതരം ബന്ധുവനാഞ്ചാവഹൻ മുതം. ഇങ്ങനെ പറയുന്ന വരുണനാൽ സന്തോഷിക്കപ്പെട്ടവനും അഖിലേശ്വരനുമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ തന്റെ അച്ഛനെയും കൂട്ടിയിട്ട് ഇനി അവിടുന്ന് ആ ഗോകുലവാസികൾക്ക് ആനന്ദത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പുറപ്പെടുകയാണ്. ഇപ്പോ ഇതിന്റെ ഇടയിൽ വരുണലോകമൊക്കെ നന്ദഗോപർക്ക് ചുറ്റി ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ നന്ദഗോപർക്ക് വളരെ സന്തോഷമായി. ഈ വരുണലോകത്തുണ്ടായിട്ടുള്ള ആ ഭാവവും സമൃദ്ധിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ വരുണം പൂജിച്ചതും ആ വരുണലോകത്തിൽ അനുഭവിച്ചതായിട്ടുള്ള ആ ആനന്ദം അദ്ദേഹത്തിനെ വല്ലാണ്ട് ആശ്ചര്യപ്പെടുത്തി എന്നാണ്.
അങ്ങനെ രാമകൃഷ്ണന്മാരുടെ കൂടെ നന്ദോത്രിന്ദ്രിയം ദൃഷ്ട്വാ ലോകപാല മഹോദയം കൃഷ്ണേക്ക് സന്നിധിന്ദേശം ജ്ഞാതിഭ്യോ വിസ്മിതോ ഭവേത്. അങ്ങനെ ഇപ്പോ ആ നന്ദഗോപര് രാമകൃഷ്ണന്മാരുമായിട്ട് ഇവിടെ നന്ദഗോപുരത്തിൽ എത്തുകയാണ്. എത്തിയ നന്ദഗോപരുണ്ടല്ലോ, തനിക്ക് വരുണലോകത്തിനുണ്ടായിട്ടുള്ള അനുഭവം ഇവിടെ വന്ന് ഗോപന്മാരോട് പറഞ്ഞു. ആ ഗോപന്മാരോട് വിസ്തരിച്ച് പറയും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 10 ആളോട് പറയില്ലേ? ഇപ്പോ നന്ദഗോപർക്ക് ഉണ്ടായിട്ടുള്ള അത്യാശ്ചര്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. നന്ദഗോപര് ഗോപന്മാരോട് വിസ്തരിച്ച് പറയുകയാണ്. അപ്പോ നന്ദഗോപരുടെ വാക്കുകൾ കേട്ടപ്പോഴേ ഗോപന്മാർക്കൊക്കെ വലിയ ആശ്ചര്യമായി. എന്താ, നന്ദഗോപര് വരുണലോകത്ത് ചെന്നു വന്നും വരുണലോകമൊക്കെ വേണ്ടതുപോലെ ചുറ്റിക്കറങ്ങി കണ്ട് അവിടുത്തെ ആനന്ദം അനുഭവിച്ച കഥ, വരുണൻ ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമനെയും പൂജിച്ചതായിട്ടുള്ള സംഗതി ഇതൊക്കെ കേട്ടപ്പോ ആ ഗോപന്മാർക്കും വലിയ ആശ്ചര്യം തോന്നി. രാജൻ മത്വാ ഗോപാസ്തമീശ്വരം അഭിന സ്വഗതിം സൂക്ഷ്മാ ഉപാദാസീശ്വര അറിയണം. ഇപ്പോ ശ്രീകൃഷ്ണ സ്വരൂപത്തില് ഗോപന്മാരുടെ ഇടയിൽ വിഹരിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. ഇനി ആ ഈശ്വരനായിട്ടുള്ള കൃഷ്ണന്റെ വൈഭവം നമുക്കും കാണണം, നമുക്കും അനുഭവിക്കണം എന്ന് ആ ഗോപന്മാർക്കും മോഹമുണ്ടായി എന്ന് പറയുകയാണ്. അപ്പോ ഈ നന്ദഗോപർക്ക് ഈ അനുഭവം വന്നപ്പോഴാണ് ഈ അനുഭവം ഗോപന്മാരോട് പറഞ്ഞതും ഗോപന്മാർക്ക് അത് അറിയണമെന്ന് മോഹം ഉണ്ടായതും. അപ്പൊ നമ്മളും എന്താ വേണ്ടത്? ഈ അനുഭവം വന്ന മഹാത്മാക്കളെ ആശ്രയിക്കുക. അപ്പോഴോ അവരനുഭവം നമുക്ക് പറഞ്ഞു തരും. അത് പറയുമ്പോഴോ നമ്മൾ അതിനെ തന്നെ സ്മരിച്ച് നമുക്കും ആ നദിയിലേക്ക് എത്താനായിക്കൊണ്ട് കഴിയും. ഇപ്പോ ഭഗവാന്റെ വൈഭവത്തെ ഇനിയും കാണണം, അല്ലെങ്കിൽ ഞങ്ങൾക്കും അനുഭവിക്കണം നന്ദഗോപൻ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള പരമാനന്ദം എന്ന് അവരാവശ്യപ്പെടുകയാണ് കൃഷ്ണനോട്. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ നമുക്ക് അതിസൂക്ഷ്മമായിരിക്കുന്ന അനന്തമായിട്ടുള്ള വിഭൂതികള് അല്ലെങ്കിൽ സ്വഗതി എന്നാണ് അല്ലെ, സ്വന്തം ഗതിയെ. എന്താ സ്വന്തം ഗതി? ആത്മഭാവം, ബ്രഹ്മഭാവം അല്ലെങ്കിൽ പരമാനന്ദം. ഇത് കാണിച്ചു തരാതിരിക്കില്ല എന്ന് ഗോപന്മാർക്ക് തോന്നി. ഇത് സ്വാനാംസ ഭഗവാൻ വിജ്ഞായാഗ്രത സ്വയം സങ്കല്പസിദ്ധയെ ദേശാം കൃപേരചിന്തയൽ അറിയണം. ഇങ്ങനെ ആ ഗോപന്മാർ തന്റെ ഭക്തന്മാരെ സങ്കല്പിച്ചത് സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ അല്ലെ, സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ അവര് പറയാണ്ട് തന്നെ അറിഞ്ഞു എന്നാണ്. എന്നിട്ട് എന്താ ചെയ്തത്? ആ കാരുണ്യം ഇതാണ് വേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ഏത് കാര്യവും അതിന്റെ വിജയത്തിലേക്ക് നയിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ അവിടെ ഉണ്ടാവണം. ആ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനോ ശരിക്കും അവരോടുള്ള കൃപ കൊണ്ട് അവരുടെ മനോരഥം അവരുടെ മനോരഥം ആ നന്ദഗോപൻ അനുഭവിച്ചതായിട്ടുള്ള പരമാനന്ദ നിർവൃതി, തന്റെ ഗതി അല്ലെങ്കിൽ ഓരോ ജീവന്റെയും യഥാർത്ഥമായിട്ടുള്ള ഭാവം അവർക്ക് സ്വഭാവം അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ആ ഭഗവാൻ നിശ്ചയിക്കുകയാണ്. എന്നിട്ടോ ജനോവൈ എന്താ സാധാരണ ജനങ്ങളുടെ വാസ്തവത്തിൽ സാധാരണ ജനങ്ങൾ ഒരിക്കലും അവിടെ എത്തില്ല, സ്വന്തം ഭാവത്ത് സ്വഗതിയിലേക്ക് എത്തില്ല. കാരണം എന്താ? അവരുടെ സ്വഭാവം ഇവിടെ വന്ന് ശരീരവും ശരീരത്തോട് ബന്ധപ്പെട്ട വസ്തുക്കളിലും ഭ്രമിക്കുക. ജനോവൈ ലോക ഏതസ്മിൻ അവിദ്യ കാമകർമ്മഭി ഉച്ചാവജാസു ഗതിഷു ന വേദസ്വാം ഗതിഭ്രമൻ. ഈ ലോകത്തുള്ള ജനങ്ങളുടെ സ്വഭാവം എന്താ അറിയോ? അവിദ്യ കാമകർമ്മഭി. അവിദ്യ എന്ന് വെച്ചാൽ അജ്ഞാനം കൊണ്ട് ഞാൻ ശരീരാണെന്നുള്ള തോന്നല്. ഈ ശരീരാണെന്നുള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞാലോ ആ ശരീരത്തെ ആനന്ദിപ്പിക്കാൻ ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. അതിന്റെ സ്വഭാവമാണ് ഈ ആഗ്രഹങ്ങള്. അപ്പൊ ഈ ആഗ്രഹങ്ങൾ വരുമ്പോഴോ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അനവധി കർമ്മങ്ങൾ ചെയ്യും. ഈ കർമ്മങ്ങൾ ചെയ്താലോ കർമ്മത്തിന്റെ ഫലമായിട്ടുള്ള ഈ കർമ്മവാസനകൾ മനസ്സിൽ സഞ്ചയിക്കും. ആ സഞ്ചയിച്ചു കഴിഞ്ഞാലോ ഈ കർമ്മവാസനകളുടെ ഫലമായിട്ട് ജീവന് വീണ്ടും ജനനം, വീണ്ടും മരണം, ഇങ്ങനെ ജനന മരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ പെട്ട് ഉഴലിട്ടു സാധാരണ ലോകത്തിലെ ആളുകള്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അജ്ഞാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഉച്ചാവജാസു ഗതിഷു ന വേദസ്വാംഗതി ഭ്രമൻ. അപ്പോ ഈ അവിദ്യ കാമകർമ്മങ്ങളെ കൊണ്ട് ഉത്കൃഷ്ടവും നികൃഷ്ടവുമായിട്ടുള്ള യോനികളിൽ ജനിച്ചും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവന്മാര്. ഇങ്ങനെ ഭ്രമിച്ചു കഴിയുന്ന ആളുകള് തന്റെ വാസ്തവ സ്വരൂപം എന്താണ്, സ്വഗതി എന്താണെന്ന് മനസ്സിലാക്കണില്ല. അവര് ഭ്രമിച്ചിട്ടിരിക്കുകയാണ്. പരമാർത്ഥത്തില് ഉള്ളത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഇത് സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരി ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസപരം. ഇപ്രകാരം ചിന്തിച്ചിട്ട് പരമകാരുണികനായിട്ടുള്ള സാക്ഷാൽ ഹരി എന്താ ചെയ്തത്? അതായത് പ്രപഞ്ചത്തിൽ നിന്ന് അതീതമായിട്ടുള്ള തന്റെ വൈകുണ്ഠ ലോകത്തെ ആ ഗോപന്മാർക്ക് കാട്ടിക്കൊടുത്തു. ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസപരം. സ്വം ലോകം
തമസ പരം ദർശയാമാസ. ഇതാണ് കാണിച്ചു കൊടുത്തത്. അതായത് ആ പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള, മായയ്ക്ക് അതീതമായിട്ടുള്ള വൈകുണ്ഠഭാവത്തെ, എന്താ വൈകുണ്ഠഭാവം എന്ന് വെച്ചാല് കുണ്ഠതയില്ലാത്ത പരമാനന്ദ നിർവൃതിയെ അവർക്ക് അനുഭവിപ്പിച്ചു എന്നാണ്. എന്താ അതിന്റെ അവസ്ഥ? സത്യം ജ്ഞാനമനന്തം യൽ ബ്രഹ്മജ്യോതി സനാതനം യദ്യ പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിത. അതായത് ത്രിഗുണബന്ധമൊന്നുമില്ലാത്ത ബ്രഹ്മത്തിൽ, അതായത് മനസ്സിനെ എപ്പോഴും ബ്രഹ്മഭാവത്തിൽ ഉറപ്പിച്ച മുനികള് ഏതൊന്നിനെയാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നാശരഹിതവും സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മജ്യോതി സനാതനം എന്നൊക്കെയാണ് അല്ലെ. അപ്പോ നമ്മളിപ്പോ ഭാഗവത് തുടക്കത്തിലോ സത്യം പരം ധീമഹി എന്ന പ്രാർത്ഥിക്കുക അല്ലെ. അതായത് നീ സത്യം ജ്ഞാനമാനന്ദം എന്നാണ് നാരായണ ഗുരുദേവൻ ആ ഭാവത്തെ വർണ്ണിക്കുക. ഈ തന്നെ അവിടെ പറയണത് സത്യം എന്നതോ ബ്രഹ്മമതോ തന്നെ എന്നാണ്. അപ്പൊ ഈ തരത്തിൽ ആ ബ്രഹ്മഭാവത്തെ ശരിക്ക് കാണിച്ചു കൊടുക്കുക. ഈ ബ്രഹ്മഭാവം ആർക്ക് അറിയാൻ പറ്റുള്ളൂ? ത്രിഗുണബന്ധം ഇല്ലാത്ത മഹർഷിമാർക്ക്, മനസ്സിൽ ത്രിഗുണബന്ധം ഇല്ലാത്ത മഹർഷിമാർക്ക് അറിയാനായിക്കൊണ്ട് കഴിയുള്ളൂ. അപ്പോ ഗുണാപായേ സമാഹിത മുനയ പശ്യന്തി. അപ്പൊ ആ മുനിമാർക്ക് മാത്രം അറിയാൻ കഴിയുന്ന, എന്തുകൊണ്ടാണ് മുനിമാർക്ക് ഈ പരമപദത്തെ അറിയാൻ കഴിയുന്നത്? അവർക്ക് ഗുണബന്ധമില്ല, ത്രിഗുണമായിട്ടുള്ള ബന്ധം അവർക്കില്ല. അതുകൊണ്ട് അപ്പൊ നമ്മളിൽ നിന്നും ത്രിഗുണബന്ധം നീങ്ങുന്ന സമയത്ത് നമുക്കും അനുഭവത്തിൽ ആ അനുഭവം അനുഭവിക്കാനായിക്കൊണ്ട് കഴിയും. ശാശ്വത സത്യവും അനന്തവും ജ്യോതിസ്വരൂപവും സനാതനവുമായിട്ടുള്ള തന്റെ ബ്രഹ്മസ്വരൂപത്തെ അവർക്ക് ഭഗവാൻ കാട്ടിക്കൊടുത്തു. അല്ലെങ്കിൽ അതിൽ അവരെ പിടിച്ചു മുക്കി. തേതു ബ്രഹ്മഹതം നീത മഗ്ന കൃഷ്ണേന ചോദൃത ദദൃശുർ ബ്രഹ്മണോ ലോകം എത്ര ആക്രൂരോദ്യകാൽ പുര. അതായത് ഈ കാളന്തിയിൽ ഒരു കയുണ്ട്, അതാണ് ബ്രഹ്മഹതം എന്നാ പറയുക. അതിലൊന്ന് ഇറക്കി മുക്കിയ സമയത്താണ് ആ മുങ്ങിയ നേരം ഒരു നിമിഷാർദ്ധം ഈ ഒരു അനുഭവം ആ മുങ്ങിയ ഗോപന്മാർക്കൊക്കെയും ഉണ്ടായത്. അപ്പൊ ഗോപന്മാർക്ക് പരമാനന്ദ നിർവൃതി കൊടുക്കുകയാണ്. ആ ബ്രഹ്മഹതത്തിൽ വെച്ചിട്ടാണ് വൈകുണ്ഠ ഭാവത്തെ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. പണ്ട് അക്രൂരൻ ഏതൊരു ബ്രഹ്മഹതത്തിൽ വെച്ച് വൈകുണ്ഠത്തെ ദർശിച്ചുവോ അവിടെ വെച്ച് ഗോപന്മാർക്കും ആ ബ്രഹ്മത്തിന്റെ ലോകദർശനം നൽകി എന്ന് പറയാണ്. പണ്ടല്ലാട്ടോ, ഇനിയും സംഭവിക്കാൻ പോണേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുമ്പോ അത് പണ്ട് എന്നുള്ള ഭാവത്തിൽ അതിനൊരു എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഏതായാലും അക്രൂരനാണ് പണ്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അനുഭവമാണ് ഇവിടെ വെച്ചിട്ട് ഈ ഗോപന്മാർക്കും അനുഭവിപ്പിച്ചത്. അക്രൂരൻ കണ്ട വൈകുണ്ഠ ലോകത്തെ ഇപ്പൊ ഗോപന്മാർക്കും കാണിച്ചു കൊടുത്തു. ഗോപന്മാര് അവിടുത്തെ അനുഭവം കണ്ടിട്ട് പരമാനന്ദ നിർവൃതിയില് എല്ലാം മറന്ന്, ശരീരബന്ധം പോലും ഇല്ല, ശരീരമായിട്ടുള്ള ആ ത്രിഗുണബന്ധം ഇല്ലല്ലോ. ശരിക്കും ബ്രഹ്മാനന്ദാനുഭൂതിയില് അതെന്താണെന്ന് അറിയിക്കാനൊന്നും കഴിയില്ല. അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അനുഭവിച്ച ആൾക്ക് പിന്നെ പറയാനും പറ്റില്ല. ആ നിലയില് പരമാനന്ദം അവരനുഭവിക്കണം. എന്താ അവര് കണ്ട കാര്യം? നന്ദാദയ സ്തുതം ദൃഷ്ട്വ പരമാനന്ദ നിർവൃത കൃഷ്ണഞ്ച തത്രചന്ധോപി സ്തൂയമാനം സുവിസ്മിതാഹ. നന്ദ മുതലായിട്ടുള്ള ഗോപന്മാരെ ആ വൈകുണ്ഠ ലോകത്തെയും അവിടെ വേദങ്ങളെ കൃഷ്ണനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടിട്ട് അവര് വിസ്മയഭരിതരായിട്ട് പരമാനന്ദ നിർവൃതിയെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ വേദങ്ങളെ ആ സ്വരൂപം സ്വീകരിച്ചിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന രംഗം, അപ്പോ ആ രംഗം കണ്ട് അവരൊക്കെ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇനി ഗോപന്മാർക്ക് പരമാനന്ദ നിർവൃതി കൊടുത്തു. ഇനി ആർക്കാ കൊടുക്കേണ്ടത്? തന്റെ പ്രാണപ്രിയകളായിട്ടുള്ള ഭക്തോത്തമകളായ ഗോപസ്ത്രീകൾക്ക് പരമാനന്ദാനുഭവത്തെ കൊടുക്കുന്ന കഥയാണ്. ഇനി ഇവിടെ നമ്മുടെ 5 അധ്യായത്തില് രാസലീല, രാസപഞ്ചാധ്യായിനി എന്നാ പറയുക. അതൊക്കെ ഒരുപാട് തത്വങ്ങളാണ്. അത് നമുക്കിനി അടുത്ത ദിവസം അനുസ്മരിക്കാം. ഏതായാലും ഇന്നത്തെ ഈ യജ്ഞ സമർപ്പണം നടത്തി ധന്യരായിട്ടുള്ള ഒരു മഹാത്മാവാണ് ശ്രീറാം, മകം നക്ഷത്രം, കൗസ്തുഭം, ബാംഗ്ലൂർ. ഈ മഹാത്മാവാണ്, ഈ ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയാണ് ഇന്ന് യജ്ഞസമർപ്പണം നടത്തി ധന്യനായിട്ട് ഇരിക്കുന്നത്. ആ ശ്രീരാമനും കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല അവരുടെ തറവാട്ടിന് തന്നെ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീരാമന് പാഠ്യവിഷയങ്ങളിലൊക്കെ നല്ല കഴിവും കുശാഗ്രബുദ്ധിയും കൊടുത്ത് ആ പഠിക്കുന്ന വിഷയങ്ങളിൽ ശരിയായിട്ടുള്ള ആ അടിസ്ഥാനമായിട്ടുള്ള അവഗാഹം നേടാൻ ശ്രീ ഗുരുവായൂരപ്പൻ ആ കുട്ടിയുടെ ഉള്ളിലിരുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആ വീട്ടുകാർക്കും
അതുപോലെ തന്നെ തറവാടിനും അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ ഒരു നന്മ ചെയ്തത് കൊണ്ട് ഇതിന്റെ ഒരു അനുഭവം അവർക്കൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 21 തലമുറയാണ് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക. അപ്പൊ ഈ തലമുറ, കഴിഞ്ഞുപോയ 10 തലമുറ, വരുന്ന 10 തലമുറ ഇതിനൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പൊ അത് അവർക്ക് പൂർണ്ണമായിട്ട് ഗുരുവായൂരപ്പന് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഏതൊരാഗ്രഹം കൊണ്ടാണ് ഈ തരത്തില് സമർപ്പണം, അവരെ യജ്ഞസമർപ്പണം നടത്തിയത്, ശ്രീ ഗുരുവായൂരപ്പൻ അവരുടെ ഉള്ളിലിരുന്ന് ആ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നമ്മളെല്ലാവരും ഭഗവാനെ ശരിക്കും ഭഗവാന്റെ ഭാവം ഉള്ളിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. നേരിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള അതായത് സമർപ്പണത്തിനും അതുപോലെ തന്നെ ആ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഉള്ള കഴിവും അതുപോലെ സന്മനസ്സും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഓരോ ഭക്തന്മാർക്കായിട്ട് ഓരോ ദിവസത്തെ യജ്ഞസമർപ്പണം നടത്താനുള്ള സാഹചര്യം ശ്രീ ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അത് എന്നാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വലിയൊരു സൽക്കർമ്മമാണ് ഈ ജ്ഞാനദാനം എന്നാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ആരൊക്കെ കേൾക്കണുണ്ടോ, ആ കേട്ട ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള അനുഭൂതി വിശേഷം സംഭവിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ ഒരു പുണ്യത്തിന്റെ അംശം ഇതിന് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ ഇതിന് കാരണക്കാരനായിട്ടുള്ള സമർപ്പണം നടത്തിയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ തറവാടിന് തന്നെ കിട്ടുന്നതാണ് ശാസ്ത്രം. അതൊരിക്കലും നശിക്കാത്ത ഒരു അനുഭവത്തെ കൊടുക്കുക. ഈ കാണുന്ന ഭോഗപദാർത്ഥങ്ങളൊക്കെ ഇന്നുണ്ട്, നാളെ ഇല്ലാണ്ടാവും. പക്ഷെ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോ ഒരിക്കലും നശിക്കില്ല. ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കിടക്കും. അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണോ. ഏതായാലും ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ഭാഗം നാളെ. ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ